എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1451 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മളുടെ എല്ലാം സുപരിചിതയായ UK നിന്ന് നമ്മളോടുകൂടി എപ്പോഴും ഒപ്പമുള്ള പത്മപ്രിയ നായർ ഡോക്ടറാണ്. ഡോക്ടർ BHMS മുംബൈ, PG ഹോം ലണ്ടൻ, FHCH ലണ്ടൻ, RS ഹോം ലണ്ടൻ. ഇപ്പോൾ 2010 മുതൽ UK ചികിത്സ നടത്തുന്നു. 26 വർഷത്തെ ചികിത്സാനുഭവങ്ങളാണ് ഡോക്ടർക്കുള്ളത്. റെയർ മരുന്നുകളെ കുറിച്ചുള്ള പഠനം 2ാം ഭാഗം എന്ന വിഷയത്തില് ക്ലാസ് എടുക്കുന്നതിന് പത്മപ്രിയ നായർ ഡോക്ടറെ സന്തോഷപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് തുടങ്ങാം. ഓക്കെ നമസ്കാരം. സോറി ഫോർ ദ കൺഫ്യൂഷൻ ക്രിയേറ്റഡ്. ഇതെന്റെ മൊബൈലിൽ, വേറൊരു മൊബൈലിലാണ്, എന്റെ ലാപ്ടോപ്പ് അല്ല. അത് കാരണം പേരിന്റെ പ്രശ്നം വന്നത്. എനിവേ, സോറി അബൌട്ട് ദാറ്റ്. And thank you very much once again IFPH for giving me another opportunity. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു റെയർ റെമഡീസ്. ഐഡിയലി റെയർ റെമഡീസ് ആയിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ എൻ്റെ കുറച്ച് പേഴ്സണൽ തിരക്ക് കാരണം എനിക്ക് പ്രസന്റേഷനോ PPTയോ ഒന്നും റെഡിയാക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഡയറക്റ്റ് നോട്ട്സ് നോക്കിയിട്ട് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സോ അൺഫോർച്ചുനേറ്റ്ലി ഐ വോണ്ട് ബി ടേക്കിംഗ് റെയർ റെമഡീസ്. പക്ഷെ ഇന്ന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, കുറച്ചു കാലമായിട്ട് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് ഈ ഒരു ടോപ്പിക് ഷെയർ ചെയ്യണമെന്ന്. പക്ഷെ എനിക്ക് അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നില്ല. സോ ഇന്നത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഐ ആം ടേക്കിംഗ് ഓൾ പ്രിവിലേജ് ടു ടോക്ക് അബൌട്ട് നമ്മളുടെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസന്റ് അവസ്ഥ, ലാൻഡ് സ്ലൈഡ്. വയനാട് ലാൻഡ് സ്ലൈഡിനെ പറ്റിയിട്ട് നമ്മൾക്ക് ഇവിടെ ഡോക്ടർ നിത്യ റെമഡീസ് ഒക്കെ പറഞ്ഞിരുന്നു. But there is much more than the acute stage that we have to handle. അപ്പം ഒരു നാച്ചുറൽ കലാമിറ്റി, നാച്ചുറൽ ഡിസാസ്റ്റർ എന്തെങ്കിലും വന്നെത്തിയാൽ അതിൻ്റെ ഒരു ഫേസ് ഉണ്ട്. ഒരു ഫ്രം ദ day 1 of trauma to the last stage of healing. It's a big phase. അപ്പോൾ നമുക്ക് എമർജൻസി റെമഡീസ് മാത്രം വച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് പേഷ്യൻറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടുഡേ ഐ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് സം റെമഡീസ്. ഇതുപോലെ നമുക്ക് അങ്ങനത്തെ ഒരു നാച്ചുറൽ ആയിട്ട് ഒരു കലാമിറ്റി വന്നാൽ അതിനെ ഏത് രീതിയിൽ പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എഗെയിൻ ബിഫോർ ഐ സ്റ്റാർട്ട്, ഗുരുവന്ദനം ടു മൈ ഗുരുസ്. എസ്പെഷ്യലി ഇന്നത്തെ ഈ ടോപ്പിക്ക് ഞാൻ പഠിച്ചിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ തന്നെയാണ്. കാരണം ബാക്ക് ഇൻ 1993 ഞാൻ 10ാം ക്ലാസ്സിന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ടേമിന്റെ എക്സാംസ് നടക്കാൻ പോണ 10ാം ക്ലാസ്സിൽ. അപ്പം ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിലും പൊതുവെ എല്ലാവർക്കും കേട്ടറിഞ്ഞ നമ്മളുടെ ഇന്ത്യയിൽ വന്ന ഏറ്റവും വലിയ ഒരു എർത്ത് ക്വേക്ക് ആയിരുന്നു ലാത്തൂർ എർത്ത് ക്വേക്ക്, 1993 സെപ്റ്റംബർ. ദാറ്റ് വാസ് വൺ ഓഫ് ദ മാസീവ് എപ്പിസോഡ് ഇൻ മൈ ലൈഫ്. അത് ഞാൻ നേരിട്ട് അനുഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല സ്ഥലത്ത്, പക്ഷെ ആ ഒരു എപ്പിസോഡ് വിറ്റ്നസ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അന്നത്തെ കാലത്ത് അച്ഛൻ നല്ല പേര് കേട്ട ഒരു ഡോക്ടറും മാത്രമല്ല ദൂരെ സ്ഥലങ്ങളിലെ പേഷ്യൻസ് വരെയായിരുന്നു. അപ്പൊ ഈ പറയുന്ന ലാത്തൂര് നമ്മളുടെ വീട്ടിൽ നിന്നൊക്കെ കുറേയൊക്കെ ദൂരെയാണ്. ബട്ട് പേഷ്യൻസ് അവിടുന്ന് റിലേറ്റീവ്സ് ഒക്കെ നമ്മളുടെ അടുത്ത് വന്ന് മരുന്നും കൊണ്ട് അങ്ങോട്ടേക്ക് പോവായിരുന്നു. അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ആൾക്കാർ നമ്മളുടെ പേഷ്യൻസ് ആയിരിക്കാം, അവർക്ക് ഇവിടുന്ന് മരുന്ന് അയച്ചു കൊടുക്കരുത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ ആ സമയത്തായിരുന്നു ഞാൻ ഈ മരുന്നുകളുടെ ഒക്കെ ഈ ഒരു സിറ്റുവേഷൻ പഠിച്ചത് തന്നെ. ഇതുപോലെ നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോൾ നമ്മൾ ആസ് ഹോമിയോപാത്സ്, ഹൗ ആർ വി ഗോയിങ് ടു ടാക്കിൾ ദ സിറ്റുവേഷൻ ആൻഡ് ഹൗ ആർ വി ഗോയിങ് ടു ഹെൽപ്പ് അവർ പേഷ്യൻസ് വിത്ത് അവർ ഓൺ റെമഡീസ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് വി ഓൾ ഷുഡ് റിമെമ്പർ ഈസ് ഇറ്റ് ഈസ് നോട്ട് എൻ അക്യൂട്ട് പ്രോബ്ലം. ഒരു എപ്പിസോഡ് വന്നു, അതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ആൻഡ് വി എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ മറന്നിരിക്കും. നമുക്ക് ന്യൂസ് ചാനൽസിൽ ഓരോന്ന് ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നവരെ നമുക്ക് സംഭവം ഓർമ്മയുണ്ടാവും. പിന്നെ മേ ബി വി വിൽ ഫൊർഗെറ്റ്, ബട്ട് വിക്ടിംസ് വിൽ നോട്ട് ഫൊർഗെറ്റ് ദാറ്റ് എപ്പിസോഡ്.
സോ ഇറ്റ് ഈസ് നോട്ട് എ ഈസി ഹീലിംഗ് പ്രോസസ് ഫോർ ദ വിക്ടിംസ്. അപ്പോൾ നമ്മളുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് ചിലപ്പം വിക്ടിംസ് ആയിരിക്കാം, അല്ലെങ്കിൽ വിക്ടിംസ് അല്ലായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ വിക്ടിംസിന്റെ റിലേറ്റീവ്സ് ആയിരിക്കാം. സോ വാട്ട് ഐ ഹാവ് ലേൺ ഫ്രം മൈ ഫാദർ ഈസ്, ഒരു എപ്പിസോഡ്, ഒരു നാച്ചുറൽ കലാമിറ്റി വന്ന ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 3 to 6 months വരെ നമ്മൾ പേഷ്യൻസിന്റെ അടുത്ത് കേസ് ടേക്കിംഗ് ചെയ്യാൻ നേരത്ത് ഓർമ്മയോട് ചോദിച്ചിരിക്കണം, അല്ലെങ്കിൽ ഓർമ്മയോട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, how did that episode affect your life? Has that episode caused any kind of trauma deep inside your psychology? So this understanding is very, very important. Am I audible and visible? Yes. Okay, ശരി എന്നാ. ഓക്കെ, അപ്പം ഒരു ഡിസോർഡർ നാച്ചുറൽ ആയിട്ട് വരുന്ന സംഭവങ്ങൾക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ കം വെരി സഡൻലി. ദാറ്റ് ഈസ് ദ ബിക്കോസ് നോബഡി ഈസ് പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഇറ്റ്സ് വെരി സഡൻ, ടോട്ടലി അൺഎക്സ്പെക്ടഡ് ആൻഡ് അബ്സല്യൂട്ട്ലി ലോസ്. പല രീതിയിലും ലോസ്, മേ ബി ഫിസിക്കൽ ലോസ് ആൻഡ് നമ്മൾ ഈ പറയുന്ന നമ്മളിപ്പോ കണ്ട വയനാട്ടിൽ നമ്മൾ കാണണ്ടല്ലോ, ഫാമിലീസ് പോയി, വീട് പോയി, ഇതുപോലെ സമ്പാദ്യം പോയി, എല്ലാം പോയി. സോ ഇറ്റ്സ് എ മേജർ ലോസ് ടു എവ്രി വൺ. At the same time, it leaves a great impact emotionally. അപ്പം ഈ പറയുന്ന പോലെ റെസ്ക്യൂ വർക്കേഴ്സ് വരുന്നോ, അല്ലെങ്കിൽ ക്യാമ്പ്സ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഹെൽപ്പ് ചെയ്യും, പൊളിറ്റീഷ്യൻസ് ഹെൽപ്പ് ചെയ്യും, കുടുംബക്കാരെ ഹെൽപ്പ് ചെയ്യും, ഇതൊക്കെ നടക്കും. ബട്ട് ദിസ് ട്രോമ റിമെയിൻസ് ഇൻ യുവർ മൈൻഡ് ആൻഡ് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഫോർ അസ് ടു ഓവർകം ദാറ്റ് ട്രോമ. അപ്പൊ ഈ ഒരു ദ ഹോൾ തിങ് ഈസ് നോൺ ആസ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അപ്പോൾ ഒരു സ്ട്രെസ്, ഒരു ട്രോമാറ്റിക് സിറ്റുവേഷൻ വന്നു, അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫേസിൽ വരുന്ന പല പല കാര്യങ്ങളാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അപ്പൊ നമ്മൾ സൈക്കോളജിക്കൽ ബുക്സ് എടുത്തിട്ട് വായിച്ചാൽ ദിസ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഈസ് ഡിവൈഡഡ് ഇൻ ടു 4 parts. 4 അല്ല 5 parts ഇട്ട്. അപ്പൊ അതിൽ ആദ്യം പറയുന്നത് ഇമ്പാക്ട് സ്റ്റേജ്. ഇമ്പാക്ട് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വന്നു. അപ്പോൾ ഇമ്പാക്ട് സ്റ്റേജ് മേ ബി ഫ്രം day 1 to up to 3 days or 3 weeks. അപ്പം അത് പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ അത് വിക്ടിംസ് ആയിരിക്കാം, അല്ലെങ്കിൽ നോൺ വിക്ടിംസ് ആയിരിക്കാം, അടുത്തുള്ളവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഈ ദൂരെ നമ്മളെ പോലെ ആൾക്കാർ ദൂരെ ഇരുന്നുകൊണ്ട് കേൾക്കണതോ കാണുന്ന ആൾക്കാരോ ആയിരിക്കാം. സോ ഇറ്റ് ഈസ് നോട്ട് നെസസറിലി ഡയറക്റ്റ് വിക്ടിംസ്, ഇറ്റ് ക്യാൻ ബി ഡിസ്റ്റന്റ് വിക്ടിംസ് ഓൾസോ. സോ ദ ഫസ്റ്റ് സ്റ്റേജിൽ, ഇമ്പാക്ട് സ്റ്റേജിൽ വരുന്നത് ദ പേഷ്യന്റ് ഈസ് സ്ട്രഗ്ലിംഗ് ടു അക്സെപ്റ്റ് വാട്ട് ഹാസ് ഹാപ്പൻഡ്. there was a landslide. I have lost my house. amma poi, acham poi, kudumbam poi, ende veedum poi. ആ ഒരു റിയാലിറ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫേസ് ആണ് ദ ഫസ്റ്റ് ഫേസ്. അത് ഞാൻ പറഞ്ഞില്ലേ, മേ ബി ദ പേഷ്യന്റ് വിൽ there are 5 stages. So the patient can move from first stage to second stage quickly, or else the patient will take his own time. It all depends upon the നമ്മളുടെ ഹോമിയോപ്പത്തിക് ലാംഗ്വേജിൽ പറയുമല്ലോ, സസെപ്റ്റബിലിറ്റി അല്ലെങ്കിൽ പിന്നെ സെൻസിറ്റിവിറ്റി. ചില ഹൈപ്പർ സെൻസിറ്റീവ് പേഷ്യൻസ് ആയിച്ചാൽ they will take a long time. Very strong personalities ആയിച്ചാൽ they will take a very short time. So the first stage is impact stage, and the patient takes a long time to overcome and accept the fact that there is a huge loss, there is a major loss that has happened in my life. അപ്പൊ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് പേഷ്യന്റ് വിൽ, ഒരു ബോഡീന്റെ ഒരു സെൽഫ് ഡിഫെൻസീവ് മെക്കാനിസം ആണ്, പ്രൊട്ടക്ട്, അവനവനെ പ്രൊട്ടക്ട് ചെയ്യുക. ആ ഒരു ഫേസിൽ ദ മൈൻഡ് ഗോസ് ഇൻ ടു ഡിനയൽ സ്റ്റേജ്. അപ്പൊ ഡിനയൽ സ്റ്റേജിൽ പോകുന്ന സമയത്ത് ദ പേഷ്യന്റ് വിൽ ബി ലൈക്ക്, നമ്മൾ പറയുമല്ലോ, കുറെയൊക്കെ നമ്മൾ ആൾക്കാരെ കാണാറുണ്ട്, അവളുടെ അമ്മവും പോയി, പക്ഷെ അവളെ കാണുമ്പോ ഒന്നും തോന്നുന്നില്ല, അങ്ങനത്തെ ദുഃഖം വിഷമമൊന്നുമില്ല. സോ ഇഗ്നേഷ്യ, സൈലന്റ് ഗ്രീഫ്, അല്ലെങ്കിൽ പിന്നെ ഏപ്പീസ്, നമ്മൾ വിചാരിക്കും പല ദുഃഖങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിലും ചിരിച്ചുകൊണ്ട് ഇരിക്കുന്ന പേഴ്സണാലിറ്റീസ്, ഏപ്പീസ്. അത് ഒരു ഡിനയൽ സ്റ്റേജ് ആണ്. ദർ ഈസ് എ ഹ്യൂജ് ലോസ് ദാറ്റ് ഹാസ് ഹാപ്പൻ ഇൻ മൈ ലൈഫ്, ബട്ട് ഐ വിൽ നോട്ട് ഷോ ദാറ്റ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട്, ആ ഒരു സെൽഫ് ഡിനയൽ വെച്ചിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആണ് സെക്കൻഡ് സ്റ്റേജ്, ദാറ്റ് ഈസ് ഡിനയൽ സ്റ്റേജ്. തേർഡ് സ്റ്റേജിൽ റെസ്ക്യൂ സ്റ്റേജ് വരും. അപ്പൊ റെസ്ക്യൂ സ്റ്റേജിൽ പേഷ്യന്റ് കുറെയൊക്കെ പേടി, വെപ്രാളം, ഡിസ്പയർ, കൺഫ്യൂഷൻ, ഹോപ്പ്ലെസ്നെസ്, എൻസൈറ്റി, ഫിയർ ഓഫ് ഫ്യൂച്ചർ, അങ്ങനത്തെ പല റുബ്രിക്സും നമുക്ക് എടുക്കാൻ പറ്റും. കാരണം അവർ ആ ഒരു റെസ്ക്യൂ സ്റ്റേജിൽ അവർ പലതും എല്ലാം അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ഇതൊക്കെ സംഭവിച്ചു, എന്റെ കുടുംബവും കുടുംബക്കാരും വീടും ഒക്കെ പോയി, now what am I going to do? That is the third stage. പിന്നെ ഒരു ഫോർത്ത് സ്റ്റേജിൽ റിക്കവറി സ്റ്റേജ്. റിക്കവറി സ്റ്റേജ് എന്ന് പറയുന്നതിൽ
കുടുംബക്കാരുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ, നാത്തൂന്റെ വീട്ടിൽ പോയി താമസിക്കാം, അമ്മാമ്മന്റെ കാശ് കുറച്ച് തന്നിട്ടുണ്ട് അമ്മാമ്മൻ, അപ്പൊ ഞാനൊരു വീട് വെക്കാം, അല്ലെങ്കിൽ പിന്നെ ഗവൺമെന്റിന്റെ വക ഇപ്പൊ ക്യാമ്പ് ഉണ്ട്, അവരെനിക്ക് വല്ല വീട് ശരിയാക്കി തരും. സോ the patient sees that okay, there is some way or the other for me to overcome this traumatic situation and I will recover. അപ്പൊ ആ ഒരു സ്റ്റേജ് ആണ് റിക്കവറി സ്റ്റേജ്. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജ് ഇസ് റീകൺസ്ട്രക്ഷൻ സ്റ്റേജ്. റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ, എന്റെ കൈ ഒടിഞ്ഞു, ഭർത്താവ് പോയി, പക്ഷെ ഇനിയിപ്പോ ഞാൻ എങ്ങനെ ജീവിക്കും നോക്കട്ടെ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഓക്കെ, ആരുമില്ല, എല്ലാവരും പോയി, വീടും പോയി, പക്ഷെ ഒരു കൊച്ചുണ്ട്, ഇനി ആ കൊച്ചിനെ ഏത് സ്കൂളിലാണ് വിടേണ്ടത്, കൊച്ചിനെ പഠിപ്പിക്കണം, നന്നാക്കണം. So the patient in the reconstructive stage will think about coping mechanisms. How am I going to deal in the future? How am I going to overcome all the pain and all the loss that I've undergone? Now, how will I progress in my life? അപ്പൊ ഈ 5 സ്റ്റേജസിന്റെ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. സോ നൗ വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഈസ്, നമ്മളുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ അച്ഛൻ പറഞ്ഞത് ഒരു ഫസ്റ്റ് ഡേ തൊട്ട് അറ്റ്ലീസ്റ്റ് ഒരു 6 months വരെയുള്ള പേഷ്യൻസിന് നമ്മൾ എന്നും ഒരു സ്ക്രൂട്ടനൈസ് ചെയ്തിരിക്കണം. അവർക്ക് PTSD-യിലാണോ, അവർക്ക് ആ ഒരു ഫേസിൽ, ഏത് ഫേസിലാണ് അവർക്ക് ഏതെങ്കിലും രീതിയിൽ അതേ സ്റ്റക്ക് ഇൻ ദ റീകൺസ്ട്രക്റ്റീവ് സ്റ്റേജ്, അതേ ദർ ഇൻ ദ ഡിനയൽ സ്റ്റേജ്, അവര് നമ്മളുടെ അടുത്ത് പറയേ ഡോക്ടറെ ഒന്നുമില്ല, ഇപ്പൊ വീട് പോയി, അച്ഛനും അമ്മയൊക്കെ പോയി, പോട്ടെ ഭാര്യയുണ്ട്, ഇനിയിപ്പോ എങ്ങനെയെങ്കിലും ജീവിച്ചോളാൻ പറഞ്ഞിട്ട് നല്ല ഒരു ഹാപ്പി സ്റ്റേറ്റിലായിരിക്കും വരിക നമ്മളുടെ അടുത്ത്. പക്ഷെ മേ ബി ഹീസ് ഇൻ എ ഡിനയൽ സ്റ്റേജ്, ദാറ്റ് ഈസ് എ സെക്കൻഡ് സ്റ്റേജ്, ആൻഡ് ഹി ഹാസ് നോട്ട് അണ്ടർവെന്റ് ദ തേർഡ് സ്റ്റേജ് ആൻഡ് ഫോർത്ത് സ്റ്റേജ്. സോ ഹി ഈസ് സ്റ്റക്ക് ഇൻ ദ സെക്കൻഡ് സ്റ്റേജ്. അപ്പോ ഒരു സൈക്കോ അനാലിസിസ് വെച്ചിട്ട്, ഇതൊക്കെ നമ്മുടെ സൈക്കോളജിക്കൽ ബുക്സിൽ ഒന്നും കൂടെ വിസ്തരമായിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആസ് ഹോമിയോപാത്സ് നീഡ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്, ബിക്കോസ് വി നീഡ് ടു, ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസും കൊണ്ട് വന്ന ഒരു കൊച്ചായിരിക്കും, മേ ബി 6 months back she lost her family in the landslide, and now she is coming to us for menstrual irregularities. So you're taking all the uterine related problems or the health related generals physicals ഒക്കെ എടുത്തോണ്ടിരിക്കണം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഓർത്ത് ചോദിക്കണം, PTSD-യിൽ ഉണ്ടാവോ ഈ കൊച്ച്, ഏതെങ്കിലും സ്റ്റേജിലാണോ, റിക്കവറി സ്റ്റേജിലാണോ, ഇമ്പാക്ട് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ആണോ, മാനസികമായിട്ട് ഇൻ വിച്ച് സ്റ്റേജ് ദിസ് പേഷ്യന്റ് ഈസ്, ദാറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. And helping the patient with our remedies to come out of that stage, that is very very important. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ പോലെ വിക്ടിംസും ആയിരിക്കാം, അല്ലെങ്കിൽ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ആൾക്കാരും ആയിരിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്നെ പോലെയുള്ള, എന്റെ ആരും ഉണ്ടായിരുന്നില്ല വയനാട്ടില്, എന്റെ ഫാമിലിയും ഇല്ല, ഫ്രണ്ട്സും ഇല്ല, ബട്ട് സ്റ്റിൽ ഐ മൈറ്റ് ഗെറ്റ് അഫക്റ്റഡ്. സോ ദിസ് ഈസ് വെരി വെരി ഡിസ്റ്റന്റ് പീപ്പിൾ ഹു ആർ നോട്ട് anyway related to the victims or who do not have any family or friends, but still they get affected. അപ്പോ we should also understand, ഇപ്പൊ റുമാറ്റിക്, ഇവിടെ ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു, അത്രൈറ്റീസിന്റെ പേഷ്യന്റ്. കേസ് ടേക്കിംഗ് എടുക്കുമ്പോഴാണ് അറിയുന്നത്, ഈ ന്യൂസ് ചാനൽസ് നോക്കിയിട്ട് പല രീതിയിലും ഈ ക്രൂവൽറ്റീസും, അല്ല നമ്മളുടെ കൊൽക്കത്ത ന്യൂസും വയനാട് ന്യൂസും ഒക്കെ കേട്ടിട്ട് ദിസ് പേഷ്യന്റ് ഇസ് traumatized by because of all this news. Appo cruelty, seeing hearing sad stories, അല്ലെങ്കിൽ sensitive to cruelties, anxiety hearing cruelties, അങ്ങനത്തെ കുറെ rubrics ഉണ്ട് നമ്മളുടെ. So we have to consider those rubrics when we are taking the case of this patient, because this patient is affected by some stories, some natural disaster that has happened somewhere else, not here. അപ്പോൾ അത് നോൺ വിക്ടിംസിനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇന്നിപ്പോ പറഞ്ഞു തരുന്നത് കുറച്ച് റെമഡീസ് ആയിരിക്കും. ഞാൻ ഇപ്പൊ പറഞ്ഞത് നമ്മൾ സ്റ്റേജസ് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഓരോന്ന് സ്റ്റേജിൽ പേഷ്യന്റ് പ്രസന്റ് ചെയ്യുന്ന ഓരോന്ന് പാത്തോളജിക്കൽ സ്റ്റേറ്റ് വെച്ചായിരിക്കും. അപ്പൊ ഇമ്പാക്ട് സ്റ്റേജ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇഫ് ഐ എം ടോക്കിംഗ് അബൌട്ട് വയനാട് ലാൻഡ്സ്ലൈഡ് എപ്പിസോഡ്, എനിക്ക് തോന്നുന്നു അത് സംഭവിച്ചത് ജൂലൈ എൻഡിൽ എന്തോ ആയിരുന്നു എന്നാ തോന്നുന്നു. ഐ ഡോണ്ട് റിമെമ്പർ ദ ഡേറ്റ്. പക്ഷെ ഒരു 3 ആഴ്ച ആയിട്ടുണ്ടാവും, 2-3 ആഴ്ച ആയിരിക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലാണ് മിക്കവാറും എല്ലാവരും, വിക്ടിംസ് ആയിരിക്കാം അല്ലെങ്കിൽ നോൺ വിക്ടിംസ് ആയിരിച്ചാലും ഫസ്റ്റ് സ്റ്റേജ് ഓഫ് PTSD-യിലായിരിക്കാം. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ്, ദാറ്റ് ഈസ് ദ ഇമ്പാക്ട് സ്റ്റേജ്. അപ്പൊ ഇമ്പാക്ട് സ്റ്റേജിൽ പേഷ്യൻസിന് മിക്കവാറും വരുന്ന പ്രസന്റേഷൻ, ദ കംപ്ലൈൻസ് ദാറ്റ് ദ പേഷ്യന്റ് കംസ് ഈസ് ഡ്രീംസ്. കാരണം സംഭവം നടക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു, മേ ബി ചിലവരൊക്കെ ക്യാമ്പ്സിലായിരിക്കാം, ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ ആയിരിക്കാം, നാശനഷ്ടം സംഭവിച്ചതൊക്കെ അറിഞ്ഞു, അത് അക്സെപ്റ്റും ചെയ്തു, ബട്ട് നൗ ദേ ആർ ബീൻ ട്രോമറ്റൈസ്ഡ് ബൈ ഡ്രീംസ്. അപ്പോൾ നൗ ലെറ്റ് us see what kind of dreams. അപ്പോൾ ഞാനിപ്പോ ആദ്യം പറയാൻ പോണത് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ മെയിൻലി ദ മോസ്റ്റ്
most difficult stage which most of the patients will experience is death. കുടുംബക്കാര് മരിച്ചു, അല്ലെങ്കിൽ പിന്നെ നാട്ടുകാര് മരിച്ചു. പിന്നെ ഇതിലും 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് ദ റിലേറ്റീവ്സ് ദംസെൽഫ്, ദ വിക്ടിംസ്, അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോ കാണണ്ടല്ലോ റെസ്ക്യൂ വർക്കേഴ്സ്, വോളണ്ടിയേഴ്സ്. അവര് ഇതുപോലെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് അധ്വാനിക്കുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടി ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോ നമ്മളുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് അവരായിരിക്കാം, അവരിന്റെ ആരും ലോസ് ആയിട്ടുണ്ടാവില്ല, അവരുടെ വീടും കുടുംബവും ഒക്കെ വേറെ എവിടെയെങ്കിലും ആയിരിക്കാം. ദേ മേ നോട്ട് ഹാവ് ലോസ് ദ ഫാമിലി ഓർ ഫ്രണ്ട്സ് ഓർ റിലേറ്റീവ്സ്, ബട്ട് they were the people who were there in the forefront and they were working. ഓക്കെ, അപ്പൊ അവര് കണ്ടിട്ടുണ്ട് കുറെ ശവങ്ങളും കുറെ നാശനഷ്ടങ്ങളൊക്കെ ലൈവായിട്ട് കണ്ട ആൾക്കാരായിരിക്കും ചിലപ്പോൾ നമ്മുടെ പേഷ്യൻസ്. സോ ഇതൊക്കെ നമ്മളുടെ റെപ്പർട്ടറിയിലുള്ള കാര്യങ്ങളാണ്. സോ ഇഫ് യു വാണ്ട് യു ക്യാൻ റീഡ് മോർ മറ്റീരിയൽ മെഡിക്കൽ റെപ്പർട്ടറി ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോ ഉറക്കത്തില് ശവങ്ങളെ സ്വപ്നം കാണുക, ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് സിറ്റുവേഷൻ വിച്ച് വി വിൽ കം അക്രോസ്. കുടുംബക്കാരെ സ്വപ്നം കണ്ടിട്ട് പേടിച്ച് ഞെട്ടി എണിക്കുക. അപ്പൊ ഇതില് ഞെട്ടി എണിക്കുന്ന 2 രീതി. ഒന്ന്, ഞെട്ടി എണിച്ചിട്ട് ഒരു കൺഫ്യൂഷൻ, ഞാൻ ആരാണ്, ഞാൻ എവിടെയാണ്, ഞാൻ എന്താണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ. സോ ഡ്രീം ഓഫ് ഡെഡ് റിലേറ്റീവ്സ് വിത്ത് കൺഫ്യൂഷൻ, വേക്സ് അപ്പ് വിത്ത് കൺഫ്യൂഷൻ, ബറൈറ്റ കാർബ് ഇസ് എ വെരി ഗുഡ് റെമഡി. Now second is the patient will see dead relatives നെ സ്വപ്നം കണ്ട് എണിക്കും. പക്ഷെ എണിച്ച് ഇരുന്ന ശേഷം അവർക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവും, കൺഫ്യൂഷൻ ആയിട്ട് ഒന്നും ഉണ്ടാവില്ല. അവർക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഞാൻ ഇന്ന ആളെ കണ്ടു സ്വപ്നത്തിലെന്ന്. പക്ഷെ ആ പേടിച്ച് ഞെട്ടി എണിച്ചിട്ട് കൺഫ്യൂഷൻ ഇല്ലാണ്ട് ഇരിക്കുന്നത് നാട്രം ഗ്രൂപ്പ് ഓഫ് റെമഡീസ്. അപ്പൊ ഒന്നും കൂടെ ഡീറ്റെയിൽ കേസ് ടേക്കിംഗ് എടുത്തിട്ട് നമുക്ക് നാട്രം ഗ്രൂപ്പ് ഓഫ് റെമഡീസിനെ പറ്റിയിട്ട് വി ക്യാൻ തിങ്ക് അബൌട്ട് ദോസ് റെമഡീസ്. ഓക്കെ, പിന്നെ ഞെട്ടി എണിച്ചിട്ട് ഒരു പാരലൈസ് സ്റ്റേറ്റ്, ഫീൽസ് ലൈക്ക് പാരലൈസ്ഡ്, ദാറ്റ് ഈസ് സിങ്കം മെറ്റാലിക്കം. അപ്പൊ സിങ്കം മെറ്റാലിക്കമിന് പേടിയുണ്ട്, ശവങ്ങളെ സ്വപ്നം കണ്ടു. പക്ഷെ അവരുടെ റിയാക്ഷൻ എന്താന്ന് വെച്ചാൽ അവർക്ക് ഒരു എണിക്കാൻ പറ്റണില്ല, ബെഡിൽ നിന്ന് എണിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു കടപ്പിൽ കിടക്കുകയാണ്. പക്ഷെ ഈ പേടിച്ച് ഞെട്ടി ശബ്ദം വന്നിട്ടാണ് നമ്മളുടെ അടുത്ത് പേഷ്യൻസോ റിലേറ്റീവ്സോ വന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡ് അവിടെ ഉണ്ടായിരുന്നു, അവിടെ പോയിരുന്നു, ഇതുപോലെ വോളണ്ടറി ആയിട്ട് എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ഈ ഇടയായിട്ട് എന്നും പേടി സ്വപ്നമാണ്. അതർവൈസ് ഹി ഈസ് വെരി ഫൈൻ, ഹി ഈസ് വെരി ഹെൽത്തി, ബട്ട് ഹി ഈസ് ഓൾവേസ് ഇൻ ദ നൈറ്റ് ഹി കംസ് അപ്പ് വിത്ത് ഡ്രീംസ് ഓഫ് ഡെഡ് ബോഡീസ് ആൻഡ് ഹി സ്റ്റേസ് പാരലൈസ്ഡ് ഇൻ ദ ബെഡ്, ദാറ്റ് ഈസ് സിങ്കം മെറ്റാലിക്കം. പിന്നെ ശവം എന്റെ അടുത്ത് കടക്കണു എന്ന് പറഞ്ഞ് ഞെട്ടി എണിക്കും. പിന്നെ ഒരു കുറ്റബോധം ഉണ്ടാവും, അയ്യോ ഞാൻ അവൻ അത്രയും സഹായിച്ചില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ചില വിക്ടിംസ് ആണെന്നുണ്ടെങ്കിൽ കുറ്റബോധം ഉണ്ടാവും, അയ്യോ ഞാൻ അമ്മയെ എന്തിനാ, ഞാൻ അനിയന്റെ വീട്ടിൽ പോയപ്പോ അമ്മയും കൊണ്ടുപോയിരുന്നു, ഞാൻ അമ്മയെ അവിടെ കൊണ്ടുപോയില്ലല്ലോ, അയ്യോ അത് കാരണം അമ്മ പോയി. അല്ലെങ്കിൽ പിന്നെ സിറ്റുവേഷൻസ് വെറും ദർ ഇസ് എ ഗിൽറ്റ് ഇൻ ദ സ്റ്റോറി, അയ്യോ ഞാൻ പച്ചക്കറി മേടിക്കാൻ അന്നേരം പോകേണ്ടിയിരുന്നില്ല, ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ കുടുംബത്തിനെ രക്ഷപ്പെടുത്തിയേനെ, ഇപ്പൊ കണ്ടില്ലേ ഞാൻ രക്ഷപ്പെട്ടു, വെളിയിൽ ഇറങ്ങി പച്ചക്കറിക്ക് വേണ്ടി ഇറങ്ങി, പക്ഷെ എന്റെ കുടുംബം പോയി. അപ്പൊ അങ്ങനത്തെ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവും. സോ സീയിങ് ഡെഡ് ബോഡീസ് ഇൻ ദ ഡ്രീം വിത്ത് ഗിൽറ്റ് ഫീലിംഗ് ഈസ് അനാകാർഡിയം. അപ്പൊ അനാകാർഡിയത്തിൽ വേറൊരു പ്രശ്നം, ഉറക്കത്തിൽ അവർക്ക് അടുത്ത ഒരു ശവം കടക്കണ പോലെ തോന്നും. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒന്നെങ്കിലേ നമ്മളുടെ വിക്ടിംസ് ആയിരിക്കാം ഈ ഒരു പ്രസന്റേഷൻ കൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ പിന്നെ വിക്ടിമിന്റെ ഇതുപോലെ റിലേറ്റീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ റെസ്ക്യൂ വർക്കേഴ്സ് ആയിരിക്കാം. അപ്പൊ ഈ 3 കാറ്റഗറിയിലുള്ള പേഷ്യൻസിന് നമുക്ക് കൊടുക്കാനുള്ള റെമഡീസ് ആണ് ഇതിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് അനാകാർഡിയം. Now, another very important remedy is നമ്മൾ ന്യൂസിലൊക്കെ കണ്ടുവല്ലോ, മ്യൂട്ടിലേറ്റഡ് ബോഡീസ്. ഫേസ് ചതഞ്ഞിരിക്കുന്നു, കൈയില്ല, കാലില്ല, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, ഞാൻ ഇപ്പത്തെ ന്യൂസ് കേട്ടിട്ടില്ല, പക്ഷെ പൊതുവെ കേൾക്കാറുണ്ട് നമ്മൾ ന്യൂസ്. പ്രഗ്നന്റ് ലേഡീസ് ആണ്, അൺബോൺ ബേബി ഈസ് യൂട്രസ് സ്മാഷ്ഡ് ആൻഡ് ദ ബേബി ഈസ് ലൈങ്. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്, ഇറ്റ്സ് വെരി പെയിൻഫുൾ. വി ഓൾ ആർ ഹ്യൂമൻ ബീങ്സ്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോ സെൻസിറ്റീവ് പീപ്പിൾ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊന്നും ബാധിക്കില്ല. അതുപോലെ ട്രെയിനിങ്, ഇതുപോലെ നമ്മൾ പറയില്ല ആർമി വന്നു, മിലിറ്ററി വന്നു, അവർക്കൊക്കെ ട്രെയിനിങ് കൊടുത്ത മനുഷ്യന്മാർക്കൊന്നും ഈ സംഭവം ഒരിക്കലും ബാധിക്കില്ല. പക്ഷെ വോളണ്ടിയേഴ്സ് ആയിട്ട് പൊതുജനങ്ങളെ പോയിട്ട് ഹെൽപ്പ് ചെയ്യില്ല, അങ്ങനത്തെ പേഷ്യൻസ് ഒക്കെ നമ്മളുടെ അടുത്ത് വരുമ്പോൾ ദേ കം അപ്പ് വിത്ത് ദ സിംറ്റംസ്. സോ ഡ്രീം ഓഫ് മ്യൂട്ടിലേറ്റഡ് ബോഡീസ്, അതിൽ കൈയില്ല, കാലില്ല, കംപ്ലീറ്റ്ലി ചതഞ്ഞ് ശവത്തിനെ കണ്ട് പേടിച്ച് ഞെട്ടി എണിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഹൂറ, HURA, ഹൂറ ഇസ് എ വെരി ഗുഡ് റെമഡി ഫോർ ഡ്രീംസ് ഓഫ് മ്യൂട്ടിലേറ്റഡ് ബോഡീസ്. പിന്നെ കുഞ്ഞു കുട്ടികളുടെ ശവമാണ് കാണുന്ന ഡോക്ടറെ, എനിക്ക് ഉറക്കം വരുന്നില്ല, എന്ന് കിടന്ന് ഉറങ്ങിയാലും കുഞ്ഞുങ്ങൾ കിടക്കണ പോലെ ഒരു പേടി കണ്ടിട്ട് എണിക്കുന്നത് ലൈം സ്റ്റോൺ ഈസ് അനദർ വെരി ഗുഡ് റെമഡി.
പിന്നെ വോളണ്ടിയേഴ്സ്, ഇതിപ്പോ ഞാൻ പറഞ്ഞ അച്ഛൻ ഇത് കുറെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. വോളണ്ടിയർ ജോബിന് വേണ്ടി പോയ ആൾക്കാര്, പൊതുജനങ്ങള്, ട്രെയിനിങ് ഒന്നും ഇല്ലാണ്ട് പോയ ആൾക്കാര്, ദേ ആർ നോട്ട് ബീൻ ട്രെയിൻ ടു വർക്ക് ഫോർ സച്ച് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. സോ സച്ച് പീപ്പിൾ അതിൽ സ്വപ്നം കാണുന്നത്, ഡോക്ടറെ ഞാൻ പകലൊക്കെ പണികളൊക്കെ ചെയ്തു കഴിഞ്ഞു, ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഈ PTSD എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ ടു നമ്മൾ 6 months വരെ പേഷ്യൻസിനെ നോട്ട് ചെയ്യണം. അപ്പൊ മേ ബി ദിസ് ഇസ് എ പാസ്റ്റ് സ്റ്റോറി, ഓർ മേ ബി ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റേജ്, ഇമ്പാക്ട് സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വയനാടിന്റെ സ്റ്റോറി എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ സമയങ്ങൾ വരെ ആയിരിക്കും അങ്ങനത്തെ പേഷ്യൻസ്. പക്ഷെ ഈ ശവത്തിനെ എടുക്കലും ശവത്തിനെ മാറ്റലും ആ പരിപാടി കഴിഞ്ഞു ഡോക്ടർ. ഇപ്പൊ ഞാൻ അതിനൊന്നും പോണില്ല. ഇന്നാലും ഞാൻ കിടക്കുമ്പോ ഞാൻ ഞെട്ടി എണിക്കും. ഞാൻ കാണുന്നത് എനിക്ക് ശവത്തിനെ തെരയണം. ഐ ഹാവ് ടു സെർച്ച് ഫോർ ഡെഡ് ബോഡീസ്, ഓർ എൽസ് ഐ ആം സെർച്ചിങ് ഫോർ ഡെഡ് ബോഡീസ്. ഈ പറയില്ലേ സ്ലാബ് വീണ് കിടക്കണു, ഫ്രിഡ്ജ് വീണ് കിടക്കണു, അതിന്റെ കടിയിലോ ഞാനൊരു കൈനെ കാണുന്നു, അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഒരു ബിൽഡിങ്, ഒരു വീട് മൊത്തം ചരിഞ്ഞു കിടക്കണ കാണുന്നുണ്ട്, പക്ഷെ അതിന്റെ ഇടയിൽ ഒരു കാല് കണ്ടു. അങ്ങനെ യു ആർ സീയിങ് ഡെഡ് ബോഡീസ്, ഐ ആം സെർച്ചിങ് ഫോർ ഡെഡ് ബോഡീസ്, ഓർ എൽസ് ഐ വാണ്ട് ടു സെർച്ച് ഫോർ ഡെഡ് ബോഡീസ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൊണ്ട്, ആ ഒരു ട്രോമയും കൊണ്ട് ഉറങ്ങണ പേഷ്യൻസിന് പറ്റിയ ഒരു റെമഡിയാണ് മയാസുര, MAIASAURA. സോ ദിസ് ഇസ് എ വെരി ഗുഡ് റെമഡി. ഇത് ഒരു ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇവര് ഒരു പകല് നേരം എന്ന് പറഞ്ഞാൽ ഉറക്കമല്ല, ഞാൻ പറഞ്ഞില്ലേ ഡ്രീംസിലും അവർക്ക് ഇത് കാണുന്നത് സെർച്ചിങ് ഫോർ ഡെഡ് ബോഡീസ്. പക്ഷെ പകൽ നേരത്തും അവർ കാണുന്നത് അവര് കുഴിക്കാണ്, ഡില്യൂഷൻ ഓഫ് ഡിഗിങ് അല്ലെങ്കിൽ ഡില്യൂഷൻ ഓഫ് സീയിങ് മ്യൂട്ടിലേറ്റഡ് ബോഡി. അപ്പൊ അവർ ഇതുപോലെ TV കണ്ടുകൊണ്ടിരിക്കും, ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ സൈക്കോളജിക്കലി ദേ ക്യാൻ സീ ആസ് ഇഫ് ദേ ആർ ഡൂയിങ് ദ ജോബ് ഓഫ് സെർച്ചിങ് ഡെഡ് ബോഡീസ്. ആൻഡ് അവർക്ക് എന്നും ഒരു എൻസൈറ്റി ഉണ്ടാവും, അയ്യോ ഞാൻ എന്റെ ജോലി ശരിക്കും ചെയ്തില്ലല്ലോ, ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് തിരയായിരുന്നു ഞാൻ, എന്നാ പിന്നെ ഇപ്പൊ നമ്മൾ ന്യൂസിൽ കാണണ്ടല്ലോ മിസ്സിംഗ് ആണ്, ഫാമിലി മെമ്പേഴ്സ് റിലേറ്റീവ്സ് ആർ മിസ്സിംഗ്. അങ്ങനത്തെ ഒക്കെ ന്യൂസ് കേൾക്കുമ്പോൾ ഈ പേഷ്യൻസിന് തോന്നുന്നത്, അയ്യോ ഞാൻ ഒന്നും കൂടെ നല്ലപോലെ സിൻസിയർലി ഒന്ന് തെരഞ്ഞാൽ കിട്ടുമായിരുന്നു, ആ ഏരിയയും കൂടി ഒന്ന് പോയി തെരയായിരുന്നു. സോ ദർ ഇസ് anxiety as if I have not done my duties properly, and there is a delusion that dead bodies are lying around and I have to look for those dead bodies. Delusion seeing mutilated bodies, delusion digging holes. അപ്പൊ ഇതൊക്കെയാണ് മയാസുര, MAIASAURA. അതുപോലെ ജസ്റ്റ് ശവങ്ങളെ മാത്രം കാണുന്നത് നമുക്ക് തുജയിലും കിട്ടും. ബട്ട് വെൻ യു ആർ പ്രിസ്ക്രൈബിങ് തുജ, ഒന്നും കൂടെ തുജ റിലേറ്റഡ് സിംറ്റംസും കൂടി ഉണ്ടോ നോക്കിയിട്ട് വേണം തുജ പ്രിസ്ക്രൈബ് ചെയ്യാൻ. പിന്നെ ശവങ്ങളെ കണ്ട് ഞെട്ടി എണിച്ചിട്ട് വേർക്ക്, കംപ്ലീറ്റ് കോൾഡ് സ്വെറ്റ്, ദാറ്റ് ഈസ് സിലീഷ്യ. വെരി റെസ്റ്റ്ലെസ്, ശവത്തിനെ കണ്ട് ഞെട്ടി എണിച്ചു, എന്നിട്ട് അച്ഛൻ എന്തൊക്കെയോ വെപ്രാളം കാണിക്കുന്നു, ഫാൻ ഓൺ ചെയ്യുന്നു, ജനൽ തുറക്കണു, കുറച്ച് അടുക്കളയിൽ പോയി വെള്ളം കുടിക്കുന്നു, പിന്നെയും വന്ന് സോഫയിൽ വന്നിരിക്കുന്നു, പിന്നെ ബെഡിൽ പോയി കിടക്കുന്നു, പിന്നെ ബാത്റൂം പോണു, പിന്നെ മൊബൈൽ ചെക്ക് ചെയ്യുന്നു, TV ഓൺ ചെയ്യുന്നു. അച്ഛൻ ഉറങ്ങുന്നില്ല, പേടി സ്വപ്നം കണ്ടിട്ട് ശവങ്ങളെ കണ്ടു, ഞാൻ ഇനി ഉറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വെപ്രാളം കാണിച്ചിരിക്കുന്നു. സോ ദിസ് ഈസ് എ ടിപ്പിക്കൽ പിക്ചർ ഓഫ് ആർസനിക് ആൽബം. ഓക്കെ, അർജന്റൈൻ നൈട്രിക്കംന് ഡ്രീംസ് ഓഫ് ഡെഡ് ബോഡീസ് കണ്ടിട്ട് അവര് ഉറക്കത്തുനിന്ന് ഏത് സമയം ഉറക്കത്തുനിന്ന് ഡയറക്റ്റ് ബാത്റൂം ഓടും, ബിക്കോസ് ഓഫ് ഇന്റസ്റ്റൈനൽ മോട്ടിലിറ്റി, ഫിയർ ആൻഡ് ഇന്റസ്റ്റൈനൽ മോട്ടിലിറ്റി. അർജന്റൈൻ നൈട്രിക്കം ഇസ് ദ ബെസ്റ്റ് റെമഡി. പിന്നെ ഒരു റെമഡി, നല്ല ഒരു റെമഡി, ലാക് ലുപ്പിനം. സമയം എത്രയായി? എന്റെ കുറച്ച് സമയം ഉണ്ടല്ലോ, ഇത് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇറ്റ്സ് എ വെരി നൈസ് റെമഡി. സമയം 10:30 വരെയാണുള്ളത്. ഓക്കെ, അപ്പൊ അല്ല ഈ റെമഡിയുടെ കുറച്ച് ഞാൻ പറഞ്ഞുതരാം, അത് ടുവേർഡ്സ് എൻഡ് സമയം ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. ലാക് ലൂപ്പിനമിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ശവം കാണുന്നത് ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ, ഇവരുടെ ഒരു പേഴ്സണാലിറ്റി അങ്ങനെയാണ്. ലാക് ലൂപ്പിനമിന്റെ പേഴ്സണാലിറ്റി അങ്ങനെയാണ്. അവർക്ക് ഫ്രണ്ട്സ്, ഫ്രണ്ട്ലിനെസ്, ഒരു ബെനിവോലൻസ് ഒക്കെ ഉള്ള ഒരു പേഴ്സണാലിറ്റീസ് ആണ്. അവര് നല്ലപോലെ ആൾക്കാരെ ആരാണെന്ന് നോക്കാണ്ട് പോയിട്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പം അങ്ങനത്തെ ആൾക്കാരാണ് ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ റെസ്ക്യൂവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വിക്ടിംസ് ആയിട്ടോ നമ്മളുടെ അടുത്ത് വരണമെന്നുണ്ടെങ്കിൽ ദേ വിൽ ടോക്ക് അബൌട്ട് dreams of dead bodies of friends or else talking to friends who are dead. അപ്പം അവർക്ക് ഉറക്കമില്ല, കാരണം സ്വപ്നത്തില് മരിച്ചുപോയ ഫ്രണ്ട്സിനെ കാണും, അല്ലെങ്കിൽ പിന്നെ മരിച്ചുപോയ ഫ്രണ്ട്സിന്റെ ശവത്തിന്റെ അടുത്ത് ഞാൻ സംസാരിക്കുന്ന പോലെ കാണുന്നു ഡോക്ടറെ. സോ ദാറ്റ് ഈസ് ലാക് ലുപ്പിനം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ തുജ is another remedy. Tuja will also have the same presentation. So again you have to do little bit of detailed case taking and you can prescribe tuja. CPI is also good for this kind of a situation wherein the patient is seeing dead friends in the dream. Okay,
പിന്നെ പെൺകുട്ടികൾക്ക് ഈ എപ്പിസോഡ് ഞാൻ പിന്നെയും പറഞ്ഞില്ലേ, ഒരു 3 മാസം തൊട്ട് 6 മാസം വരെ നമ്മൾ ഈ PTSD സ്റ്റേറ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഡോക്ടറെ, ഇപ്പോൾ നമ്മളൊക്കെ എല്ലാ രീതിയിലും ഒന്ന് ശരിയായി അല്ലെങ്കിൽ സെറ്റിൽ ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ പീരിയഡ്സ് ഉള്ള സമയത്ത് ഞാൻ എന്നും ശവങ്ങളെ കാണാറുണ്ട് ഡോക്ടറെ. അപ്പൊ അത് വിക്ടിംസ് ആയിരിക്കാം അല്ലെങ്കിൽ നോൺ വിക്ടിംസ് ആയിരിക്കാം. അപ്പോ ഡ്രീംസ് ഓഫ് ഡെഡ് ബോഡീസ് ഓൺലി വെൻ ഷീ ഈസ് മെൻസ്ട്രുവേറ്റിംഗ്. അപ്പോൾ അത് നമ്മളുടെ പഞ്ഞി, ദാറ്റ് ഈസ് ഗോസ്പിയം. ഓക്കെ, ഏതാ മെഡിസിൻ ഏതാ? GOSSYPIUM. ഗോസിപ്പിയം. പഞ്ഞി പഞ്ഞി. ഓക്കെ, ഇനിയിപ്പം കുടുംബത്തിൽ ഇത് നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ പോയി എന്ന് പറയില്ല, അതില് അഗാരിക്കസ് പൊതുവെ കാണുന്നത് സിസ്റ്റേഴ്സ്, ഫീമെയിൽ മെമ്പേഴ്സ്, സിസ്റ്റേഴ്സിന്റെ ശവം കാണുന്നു, അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ വലിയമ്മ കുഞ്ഞമ്മ, അങ്ങനെ ഒരു സിസ്റ്റർ ഫെമിനൈൻ റിലേറ്റീവ്സിന്റെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അഗാരിക്കസ് ഇസ് എ വെരി ഗുഡ് റെമഡി. ബ്രദർ അല്ലെങ്കിൽ മെയിൽ ഫിഗേഴ്സിന്റെ കാണുന്നുണ്ടെങ്കിൽ കൊനായം, Calcarea silicata and Conayam usually gets dreams of dead corpse of brothers. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മ്യൂട്ടിലേറ്റഡ്, വേറെ ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല ഡോക്ടറെ, എല്ലാം നന്നായിരിക്കുന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണാറുണ്ട്. കാണുന്നത് മ്യൂട്ടിലേറ്റഡ് ഡെഡ് ബോഡീസ്. ഞാൻ നേരത്തെ പറഞ്ഞ റെമഡീസും പിന്നെ കൊന്നായം, അത് ഞാൻ മറന്നു. പിന്നെ ഇത് ഇപ്പൊ ഞാൻ ഓർക്കുന്നത് കൊന്നായം ആൻഡ് ആർണിക. ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കൊന്നായം ആർണിക്കയുടെ മരുന്ന് അവർക്ക് കൊടുക്കും. ബിക്കോസ് വാട്ട് ഐ ഹാവ് ലേൺ ഫ്രം മൈ ഫാദർ ഇസ് റിപ്പീറ്റേഷൻ ചെയ്യണം നമ്മൾ. അഥവാ ഇഫ് ദ പേഷ്യന്റ് ഹാസ് ബീൻ വർക്കിംഗ് ഓൺ ദ ഗ്രൗണ്ട് ട്രൈങ് ടു റെസ്ക്യൂ ദിസ് പീപ്പിൾ, ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന ഒരു പേഷ്യന്റ് ആയിരുന്നു നമ്മളുടെ അടുത്ത് വന്നു എന്നുണ്ടെങ്കിൽ കൊനായം അല്ലെങ്കിൽ ആർണിക വിൽ വർക്ക് ബ്രില്യൻറ്റ് വിത്ത് റിപ്പീറ്റഡ് ഡോസസ് ഫോർ ഡ്രീംസ് ഓഫ് ഡെഡ് ബോഡീസ്. അപ്പം നല്ല ധൈര്യത്തോടെ എല്ലാം കാര്യങ്ങളും ചെയ്തു. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ദാറ്റ് ഇവന്റ് ഹാസ് നോട്ട് എഫക്റ്റഡ് മീ, ബട്ട് ഐ ഡു ഗെറ്റ് ഡ്രീംസ് ഓഫ് മ്യൂട്ടിലേറ്റഡ് ബോഡീസ്. ഓക്കെ, പിന്നെ ഇതുപോലെ നമ്മൾ ടിവിയിലൊക്കെ കാണാറുണ്ടല്ലോ, ശവത്തിനെ ക്രിമേഷന് കൊണ്ടുപോകുമ്പോ പൊതുവെ ഇങ്ങനത്തെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൽ പല ശവങ്ങളും ഒന്നിച്ച് കിട്ടും. അപ്പൊ പല ശവങ്ങളെ ഒന്നിച്ച് പോയി ക്രിമേറ്റ് ചെയ്യാം. ഒന്നിച്ച് കൊണ്ടുപോകുമ്പോൾ ഒരു പാക്കേജിങ് ചെയ്യും ശവത്തിന്. മിക്കവാറും ഒരു പർട്ടിക്കുലർ തുണിയിൽ, യെല്ലോ തുണിയിലൊക്കെ ആയിട്ട് പാക്കേജിങ് ചെയ്തിട്ടാണ് കൊണ്ടുപോകും. അപ്പൊ സ്വപ്നം കാണുന്നത് ഇതുപോലെ പാക്കേജിങ് ചെയ്ത ശവം എന്റെ അടുത്ത് കടക്കണു എന്ന് പറഞ്ഞ് ഞെട്ടി എണിക്കും, എന്നിട്ട് കരഞ്ഞോണ്ടിരിക്കും. സോ ദാറ്റ് ഈസ് ബെല്ലഡോണ. So corpse is trying to share the bed with me. Appo that is belladonna. Okay, so this is all about dreams. Appo ഞാൻ പറഞ്ഞില്ലേ ഇതിലൊക്കെ ഡ്രീംസിലാണ് നമ്മളിപ്പോ ഇത് സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ചില സ്വപ്നം കാണുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇൻ ദിസ് സിറ്റുവേഷൻ, വയനാട് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ മഴയും വെള്ളവും ഒക്കെയാണ്. അപ്പൊ ഈ സംഭവം നടന്ന ശേഷം മിക്കവാറും ഞെട്ടി എണിക്കുക, ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് ഞെട്ടി എണിക്കുക. കാരണം സ്വപ്നം കാണുന്നത് വെള്ളം വലിയൊരു ഹൈറ്റുള്ള മലയോ കുന്നോ താഴെ ഞാൻ വീഴുന്ന പോലെയുള്ള സ്വപ്നം. സോ ദാറ്റ് ഈസ് തുജ. ഫോളിങ് ഫ്രം ഹൈറ്റ്സ് ഈസ് തുജ. പിന്നെ വെള്ളത്തിലാണ് അല്ല, ഐ ആം ഫോളിങ് ഇൻ ടു വാട്ടർ. ട്യൂബർകുലിനം ഇസ് ദർ, ഫോളിങ് ഇൻ ടു വാട്ടർ, ഓർ എൽസ് വാട്ടർ ഇസ് ദർ, വെള്ളം എന്നെ തള്ളിക്കൊണ്ട് എന്നെ താഴെ വരുന്നു. അങ്ങനെ വാട്ടർ റിലേറ്റഡ് ഡ്രീംസ്, ട്യൂബർകുലിനം. Digitalis is also a very good remedy wherein there is dreams of falling into water. പിന്നെ ഞാൻ പറഞ്ഞില്ലേ റെസ്ക്യൂ വർക്കേഴ്സ് അല്ലെങ്കിൽ പിന്നെ ആ ഒരു സിറ്റുവേഷൻസിൽ അധികം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം വരും, അല്ലെങ്കിൽ നമ്മുടെ സോൾജേഴ്സ് വരും. അപ്പോൾ ആ ടീം മെമ്പേഴ്സിനെ കാണുക സ്വപ്നത്തില്, ഡ്രീംസ് ഓഫ് സോൾജേഴ്സ്, അല്ലെങ്കിൽ പിന്നെ ആ യൂണിഫോം ഇട്ടിട്ട് ആ മിലിറ്ററി ആൾക്കാർ വന്നിട്ട് അധ്വാനിക്കുന്ന ആ ഒരു ടീമിന്, ആ ഒരു സീന് സ്വപ്നം കാണുന്നത് മാക്സ് സെൽഫ് ഈസ് എ വെരി ഗുഡ് റെമഡി. ഓക്കെ, ഇൻ സച്ച് സിറ്റുവേഷൻസ്. പിന്നെ സ്വപ്നം കാണുന്നത് എന്റെ പട്ടി പോയി, എന്റെ പൂച്ച പോയി. അപ്പോ അത് പോയി, ഓക്കെ, അണ്ടർസ്റ്റുഡ്. പക്ഷെ ദ ഡ്രീംസ് ആർ ഓൾവേസ് അബൌട്ട് ദ അനിമൽസ്, ദ പെറ്റ് അനിമൽസ് ദാറ്റ് യു ഹാവ് ലോസ്റ്റ്. ദാറ്റ് ഈസ് ഹിപ്പോകാമ്പസ്. നമ്മുടെ യെല്ലോ സീ ഹോഴ്സ് എന്ന് പറയില്ലേ, ഹിപ്പോകാമ്പസ് ക്യൂഡ ഹാസ് ഗോട്ട് ഡ്രീംസ് ഓഫ് pets who's lost in such kind of disasters. So this is all about the dreams. Okay. പിന്നെ ഒരു ദിസ് ഇസ് വെരി ഐ ഡോണ്ട് നോ ഇത് എത്രമാത്രം എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടെന്ന്, പക്ഷെ ദിസ് ഇസ് എ വെരി നൈസ് റെമഡി. ഇതിന്റെ കുറച്ച് ബേസിക് ഞാനൊന്ന് പറഞ്ഞുതരാം. ഈ മെഡിസിൻ ചിലപ്പോൾ റെയർ ആയിട്ടായിരിക്കാം അങ്ങനത്തെ ഒരു പേഷ്യന്റ് വരിക. പക്ഷെ ഞാൻ ഇവിടുന്നും ഇതുപോലെ ഡിസാസ്റ്റേഴ്സിന്റെ ന്യൂസ് കാണുമ്പോൾ കേൾക്കാറുണ്ട്, ഇറ്റ് കുഡ് ബി പോസിബിൾ ദാറ്റ് സച്ച് പീപ്പിൾ ക്യാൻ ഗോ ഇൻ ടു ദിസ് സ്റ്റേറ്റ്.
അപ്പോ മരുന്നിന്റെ പേര് ടെനാസിറ്റം, TANACETEUM. ഓക്കെ, ടെനാസിറ്റിയം വൾഗാരിയ എന്നാണ് മരുന്നിന്റെ പേര്, TANACETEUM. അപ്പൊ ഇത് മിക്കവാറും നമുക്ക് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റിയ ആൾക്കാർ ആരാന്ന് വെച്ചാൽ എല്ലാവരും പോയി. അമ്മയുണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു, കുഞ്ഞമ്മ ഉണ്ടായിരുന്നു, വലിയച്ഛൻ, ഇളയച്ഛൻ, എല്ലാവരും പോയി ഡോക്ടറെ, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ന്യൂസിലൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്തൊരു അത്ഭുതമാണ്, അല്ലെങ്കിൽ പിന്നെ എന്തൊരു ദൈവാനുഗ്രഹമാണ്, അയാള് എന്തോ ഒരു കാരണത്തിൽ അയാൾ അന്നേരം ആ സ്ഥലത്ത് ഇല്ല എന്നോ, അല്ലെങ്കിൽ പിന്നെ ഡ്യൂ ടു വാട്ട് എവർ റീസൺസ് ഹീ ഈസ് ദ ഓൺലി പേഴ്സൺ ലെഫ്റ്റ്, ബട്ട് ഓൾ ആർ ഗോൺ, വേറെ ആരുമില്ല. അപ്പം എങ്ങനത്തെ ഒരു പേഷ്യൻസ്, അതിന്റെ സൈക്കോളജി ഈസ് ടോട്ടലി ഡിഫറെന്റ്. ബിക്കോസ് there is a disaster, you have lost everything, but the worst part of the loss is you lost everybody in your life. You are the only surviving person. That is a very, very deep psychological trauma. And very sensitive people, sensitive പോട്ടെ, ഞാൻ പറഞ്ഞ സ്ട്രോങ് പേഴ്സണാലിറ്റീസിനും ആ ഒരു ട്രോമ എടുക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ഈ റെമഡി യൂസ് ചെയ്യാൻ പറ്റിയ ഇൻഡിക്കേഷൻ എന്താന്ന് വെച്ചാൽ, ഇവരത് പറഞ്ഞു നടക്കും, ഡോക്ടറെ ആരുമില്ല, എല്ലാവരും പോയി, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ ജീവനോട് ഉണ്ടോ അതോ ഞാൻ ചത്തുവോ? സോ വി ഹാവ് ദിസ് ലൈൻസ് ഇൻ ദ റുബ്രിക്, അത് ഞാനിപ്പോ റീഡ് ഔട്ട് ചെയ്യാം. ഡിലൂഷൻ, ഹി ഹിംസെൽഫ് വാസ് ഹാഫ് ഡെഡ്, he himself he is dead. Delusion, he is half dead, half alive. അതുപോലെ fear of water is very, very characteristic. Delusion, everything is alone, everything is dead, still she is alone. അപ്പൊ ഇത് ഡിലൂഷൻ ആയിട്ടല്ല, പേഷ്യന്റ് നമ്മളുടെ അടുത്തോ കുടുംബക്കാരന്റെ അടുത്തോ ചുറ്റുമുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കും, എല്ലാരും പോയി, പക്ഷെ ഞാൻ എങ്ങനെ ഞാൻ ജീവനോട് ഇരിക്കുന്നു, ഞാൻ ജീവനോടാണോ അതോ ഞാൻ ചത്തുവോ, ഞാൻ ഉണ്ടോ ജീവനോട്? പക്ഷെ അതെങ്ങനെ സംഭവിച്ചു? അത് ഒരു നമുക്ക് വി ക്യാൻ സേ ദാറ്റ് ആക്ച്വലി ഒരു സൈക്കോളജിക്കൽ ഷോക്കിലാണ് ഈ മനുഷ്യന് ഒരു ഷോക്ക് കിട്ടിയിട്ടുണ്ട്. ഹി വിൽ ടോക്ക് ലൈക്ക് ദാറ്റ്, ഹി വിൽ ടോക്ക് ലൈക്ക് എ മാഡ് പേഴ്സൺ, ഹി വിൽ ബിഹേവ് ലൈക്ക് എ മാഡ് പേഴ്സൺ. ആൻഡ് പേടി ഭയങ്കര, നമുക്ക് ലൈസിനം പോലെ തോന്നും, ഫിയർ ഓഫ് വാട്ടർ, ട്രെമെൻഡസ് ഫിയർ ഓഫ് വാട്ടർ. അപ്പൊ ആവണത്രയും ചായയോ കാപ്പിയോ ഒക്കെ കുടിച്ചിട്ട് വെള്ളം ആവണത്രയും അവോയ്ഡ് ചെയ്തിട്ട് ജീവിക്കും അവര്. അപ്പൊ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇത് ദിസ് കുഡ് ബി കോമൺ, പക്ഷെ ഇത്രയും ഡിസാസ്റ്റർ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ നമ്മൾ ചിലപ്പോ പറയും, ഓ ദിസ് ഇസ് ജസ്റ്റ് എ ഷോക്ക്, ദിസ് ഇസ് എ ട്രാൻസിയൻ സ്റ്റേറ്റ്, ഹി വിൽ കം ഔട്ട് ഓഫ് ഇറ്റ്. പക്ഷെ ഈ ഒരു റെമഡി കൊടുത്താൽ വി ക്യാൻ സേവ് ദിസ് പേഴ്സൺ. ബിക്കോസ് നമ്മൾ പറയുമല്ലോ ഫേസസ് ഓഫ് ഡിസീസ്, അതുപോലെ നമ്മളുടെ ഹോമിയോപ്പത്തിക് ലാംഗ്വേജിൽ സോറ, സൈക്കോസിസ്, സിഫിലിറ്റിക്. അപ്പോൾ ഈ പേഷ്യൻസിനെ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു ഡിലൂഷൻ സ്റ്റേജിൽ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ, they will deteriorate and further they will go into gestures, making strange attitude, strange position. അപ്പൊ വിചിത്രമായിട്ട് ഇപ്പൊ നമ്മൾ ഈ പേഷ്യൻസിന് ഒരു 2 മാസം 3 മാസം കഴിഞ്ഞിട്ടാണ് അങ്ങനത്തെ ഒരു പേഷ്യന്റിനെ കാണണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവര് വിചിത്രമായിട്ട് ഇരിക്കാം, ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുക, പൊട്ടത്തരങ്ങളൊക്കെ സംസാരിച്ച് ചിരിക്കാം, ജസ്റ്റിംഗ്, റിഡിക്കുലസ് ആൻഡ് ഫൂളിഷ്. അപ്പൊ അവര് പറയുന്ന കാര്യം അവരെന്നെ ചിരിച്ചുകൊണ്ടിരിക്കും, അവർക്ക് തോന്നുന്നത് ഞാൻ ഒരു തമാശ പറഞ്ഞു, പക്ഷെ നമുക്ക് തോന്നില്ലേ തമാശ, നമുക്ക് തോന്നും ഹൗ റിഡിക്കുലസ് ഇസ് ദാറ്റ്, എന്തൊരു മണ്ടനാണ്, എന്തൊരു പൊട്ടത്തര സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ കേസ് ടേക്കിംഗ് എടുക്കുമ്പോൾ നമുക്കറിയാം, ഓക്കെ, he lost everybody in a natural disaster and he has not accepted that fact. എല്ലാം പോയി, വീടും കുടുംബവും പോയി, പക്ഷെ കുടുംബക്കാരും എല്ലാവരും പോയി, he is the lonely survivor. So and ഞാൻ പറഞ്ഞില്ലേ അന്നത്തെ ലാത്തൂർ എപ്പിസോഡില് അങ്ങനത്തെ ഒരു പേഷ്യന്റ് ഞാൻ ടിവിയിൽ കണ്ടിട്ട് അച്ഛൻ എനിക്ക് റെമഡി പഠിപ്പിച്ചു തന്നത്. ടിവിയിൽ ഇതുപോലെ റുബ്രിക് ഉണ്ട് നമ്മളുടെ ഇൻഡിഫറൻസ് ടു ഇന്ററോഗേറ്റീവ്സ്. അപ്പൊ എങ്ങനത്തെ ഒരു പേഷ്യന്റിനെ ഇന്റർവ്യൂ ചെയ്യില്ല, നമ്മൾ ഈ മൈക്കില് റിപ്പോർട്ടേഴ്സ് ന്യൂസിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചോദിച്ചു വരുമ്പോ ദിസ് പേഷ്യന്റ് വിൽ ജസ്റ്റ് നോട്ട് ബിഹേവ് ആസ് ഇഫ് ഹി ഈസ് എ വിക്ടിം. നമ്മളിപ്പോ പൊതുവെ വിക്ടിംസിനെ കാണുമ്പോൾ വിക്ടിംസ് ആർ വെരി സെൻസിറ്റീവ്, ചിലവർ കരയും, ചിലവർ നമ്മളെ കരയിപ്പിക്കും, ചിലവരുടെ കഥ കേട്ട് നമുക്ക് തന്നെ ഒരു വിഷമം തോന്നും. സോ വിക്ടിംസ് വിൽ ബിഹേവ് ലൈക്ക് എ വിക്ടിം വെൻ ദ വിക്ടിം ഈസ് ഇന്റർവ്യൂഡ്. ഒരു ന്യൂസ് ചാനലിൽ റിപ്പോർട്ടിംഗ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമോ ഇതൊരു വിക്ടിമാണ്, ഇത് ഇന്ന കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല, ഒന്നെങ്കിൽ അവര് കരയും അല്ലെങ്കിൽ നമ്മളെ കരയും. പക്ഷെ ദിസ് പേഷ്യൻസ് ടെനാസിറ്റം ഈസ് ഇൻഡിഫറെന്റ്. They will just stay still and they will talk as if nothing has happened. But if you listen to the story, they lost everything. They lost everybody in their life. So that is Tanacitum vulgaris. Okay, അപ്പം ആ ഒരു റെമഡി കഴിഞ്ഞു.
പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു സ്റ്റേജ് ആണ്, ഒരു 6 months വരെ. അപ്പം സംഭവങ്ങളൊക്കെ നടന്നു, മേ ബി ഹി ഹാസ് ഫിനിഷ് വിത്ത് ഓൾ ദ സ്റ്റേജസ്. പക്ഷെ ദർ ഇസ് ഡീപ് സീറ്റഡ് ഫിയർ. ജസ്റ്റ് എ മിനിറ്റ്. ദർ ഇസ് എ ഡീപ് സീറ്റഡ് ഫിയർ. ഫിയർ എന്ന് പറഞ്ഞാൽ ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ, ഇനി എന്തെങ്കിലും ഡിസാസ്റ്റർ വരുമോ. അതുപോലെ നമ്മളെ പോലെ ദൂരെ താമസിക്കുന്ന ആൾക്കാർക്കും, സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ദൂരെ താമസിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നും ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അങ്ങനത്തെ വല്ലതും സംഭവിക്കും, പെട്ടെന്ന് ഒറ്റ അടിക്ക് എന്റെ വീടും കുടുംബവും എല്ലാം കാര്യങ്ങളൊക്കെ പോവോ. സോ ദർ ഇസ് ഫിയർ ഓഫ് ഡിസാസ്റ്റർ. സോ ഇൻഫാക്ട് ഫിയർ ഓഫ് ഡിസാസ്റ്റർ, ഇഫ് യു ലുക്ക്, ദർ ആർ മെനി റെമഡീസ്. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയി കേസ് ടേക്കിംഗ് എടുക്കുമ്പോൾ നമുക്ക് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. സൊറൈനം ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് റെമഡി. നമ്മൾ സൊറൈനം വേറെ പല രീതിയിലും യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ എങ്ങനത്തെ ഒരു നാച്ചുറൽ കലാമിറ്റി വരുമ്പോൾ ഫിയർ ഓഫ് ഡിസാസ്റ്ററിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു റെമഡിയാണ്. സ്ക്യൂട്ടിലേരിയ, അയോഡം, പൾസെറ്റ്ല, കാൽക്കേരിയ carb, Baraita carb. So these are the remedies which will show fear of disaster. ഒന്നും കൂടെ പറയാമോ? സോർണം, Sorinum, Scutillaria, Scutelaria, Scutillaria, Iodum, Tabacum, Pulsatilla, Calcarea, Baraita. അപ്പോ ഇത് ഒരു പേടി എന്നും ഉണ്ടാവും. അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ലൊക്കേഷനിൽ താമസിക്കുന്ന ആൾക്കാർ തന്നെ വേണമെന്നില്ല, ആരായാലും ശരി. ഇപ്പൊ നമ്മളുടെ കേരളയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഡാം, പല ന്യൂസ് ചാനൽസ് ആർ ടോക്കിംഗ്, യൂട്യൂബേഴ്സ് ആർ ടോക്കിംഗ് അബൌട്ട് ദാറ്റ് ഡാം. ആ ഡാം പൊളിഞ്ഞാൽ എന്താവുന്നു. സോ ദാറ്റ് ഈസ് എ ഫിയർ ഓഫ് ഡിസാസ്റ്റർ. അപ്പോൾ we all are, people may be talking about that, but there are some set of people who are very sensitive, who are very, very hypersensitive, who might come to a pathological state and they will carry this fear of disaster in that mind. So you can add this rubric and we can work about those remedies in such cases. അതുപോലെ കോക്ക ഇസ് അനദർ വെരി നൈസ് റെമഡി. അവർക്ക് ഇതുപോലെ ഓരോന്ന് സിറ്റുവേഷൻസ് വന്ന ശേഷം അവർക്ക് എല്ലാത്തിലും പേടിയാണ്. രാത്രി പേടി ഉണ്ടാവും, എനിക്ക് കടന്നുറങ്ങാൻ പേടി, ഒരു ചുമ വന്നാ പേടി, പറഞ്ഞു വന്ന ഈ ഒരു സംഭവം നടന്ന ശേഷം തുടങ്ങിയ ഒരു പേടിയാണ്. സോ ഡിസീസ്, ഫിയർ ഓഫ് ഡിസീസ് ഇംപെൻഡിങ്, ഫിയർ ഓഫ് ദ കറന്റ് ഡിസീസ്, അതൊക്കെ. അപ്പൊ സോ കോക്ക ഇസ് എ വെരി ഗുഡ് റെമഡി ഫോർ സച്ച് പേഷ്യൻസ് ഹു ഇസ് എഫക്റ്റഡ് ബൈ ദിസ് ന്യൂസ്. അതുപോലെ വി ഹാവ് ദിസ് റുബ്രിക്സ്. ഇത് ഞാൻ റുബ്രിക്സ് ആയിട്ടാ പറയുന്നത്, കാരണം പല റെമഡീസും ഉണ്ട്. പക്ഷെ നമ്മൾ കേസ് ടേക്കിംഗ് എടുക്കുമ്പോൾ ഈ റുബ്രിക്കിനെ ഒന്ന് ആഡ് ചെയ്താൽ മതി, നമുക്ക് വേണ്ട സിമിലിമം കിട്ടും. ദൂരെ ഇരിക്കുന്ന പേഷ്യൻസ്, വിക്ടിംസും അല്ല, റെസ്ക്യൂ വർക്കേഴ്സും അല്ല, റിലേറ്റീവ്സും അല്ല, ദൂരെ ഇരിക്കുന്ന പേഷ്യൻസ് ഈ കഥകളൊക്കെ കേട്ടിട്ട് പല കംപ്ലൈൻസ് കൊണ്ട് നമ്മളുടെ അടുത്ത് വരുമ്പോൾ, അഥവാ അവർ പറയാണ് ആ ന്യൂസ്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യൻ ന്യൂസ് ചാനൽസ് ഇപ്പൊ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇറ്റ്സ് ഓൾ പെയിൻഫുൾ, ട്രോമറ്റൈസിങ്. സോ യു ക്യാൻ കൺസിഡർ ദിസ് റുബ്രിക്സ്. Horrible things, sad stories affect profoundly. Almost over 110 remedies are there in this. So you can use this as a very good rubric for your hepatization. അതുപോലെ misfortune of others affects profoundly. Sensitive to cruelties, ഈ വക കഥകളൊക്കെ കേട്ടിട്ടുള്ള ഒരു സെൻസിറ്റിവിറ്റി, അതിന് സിക്യൂട്ട is a very good remedy. സിക്യൂട്ട, ടാരാക്സിക്കം, ഇതുപോലെ പല പേഷ്യൻസ് അല്ല, പല ന്യൂസ് ചാനൽസിൽ കാണുകയാണ്, പലവരും അനുഭവിക്കുന്ന കഥകളൊക്കെ കേട്ടിട്ട് വിഷമം തോന്നുക, കരയുക, വിഷമിച്ചിരിക്കുക. ഫോർ സച്ച് പേഷ്യൻസ് സിക്യൂട്ട ഓർ ടാരാക്സിക്കം ഇസ് എ വെരി ഗുഡ് റെമഡി. Again, calcarea carb, carcinosin can be used for lots of anxieties. എവിടെയോ എന്തൊക്കെയോ ക്രുവൽറ്റീസ് നടക്കുന്ന കേട്ടിട്ട് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് anxiety കൂടുകയാണ്. So that is anxiety, cruelties on hearing. അതുപോലെ sensitive to sad stories, Ruta is a very good remedy. Ruta and Vanilla, ഇവര് ഭയങ്കര സെൻസിറ്റീവ് ആണ്. ഇവർക്ക് ഇതുപോലത്തെ ന്യൂസ് ചാനൽസ് they will avoid. If they will listen to that story, they get affected. അവർക്ക് ഇപ്പൊ എക്സിസ്റ്റിംഗ് പേഷ്യൻസ്, അസ്തമാറ്റിക് പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം, നാച്ചുറൽ കലാമിറ്റീസോ അല്ലെങ്കിൽ വല്ല ക്രൂവൽറ്റീസോ കേട്ട അവരുടെ അസ്തമ അഗ്രവേറ്റ് ആവും. സോ യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് the natural disaster might have caused, so you have to consider that also in your hepatization. So that is about the non-victims who might be affected. I think I have covered most of the thing. പിന്നെ വരുന്ന ഒരു സംഭവം ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റേജ് 1, സ്റ്റേജ് 2 പേഷ്യൻസ് ഓൾമോസ്റ്റ് റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നു, പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ ബാലൻസ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നായിരിക്കാം, പക്ഷെ സ്ലീപ്പ് ഈസ് അഫക്റ്റഡ്. So again, when you think about sleep, you have to think about Polycrest remedies, but still
there are some remedies which are very useful, like അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഡോക്ടറെ. പക്ഷെ രാത്രി കടന്ന ഉടനെ when I am alone, nothing happening, me and myself ഉള്ള ഒരു സമയത്ത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വട്ടത്തിരിഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു, ആരൊക്കെ മരിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, എന്തൊക്കെ നാശനഷ്ടങ്ങളായി, all these things are running in my mind. So Spigelia is a very good remedy. So I am not able to sleep because these things are running in my mind and I am not able to control my thoughts. അപ്പൊ ഇത് ഞാൻ again പറഞ്ഞ പോലെ Spigelia can be given for direct victims or relatives, അല്ലെങ്കിൽ ദൂരെ ഇരിക്കുന്ന non-affected people can also get affected by their sleep because of these thoughts. That is Spigelia. Coffea is also another remedy for such situation. പിന്നെ ചൈന വിൽ ഓൾസോ ഷോ സച്ച് പ്രസന്റേഷൻ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ സ്പൈജില കൊടുക്കണമെന്ന് എന്തെങ്കിലും ഹാർട്ട് റിലേറ്റഡ് ഹെവിനെസ് ഓഫ് ചെസ്റ്റോ അല്ലെങ്കിൽ പാൽപിറ്റേഷനോ അങ്ങനെയൊക്കെ കാണുമായിരിക്കും അവരുടെ പ്രസന്റേഷനിൽ. ചൈന വിൽ നോട്ട് ഹാവ് സച്ച് ഹാർട്ട് റിലേറ്റഡ് സിംറ്റംസ് ആൻഡ് ഓൾ. ഇക്വിസ്റ്റിനം ഹൈമനാലെ, ഇക്വിസ്റ്റിനം ഇസ് വെരി ഗുഡ്. ഇതും കോമൺ ആണ്. കുട്ടികൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് മാത്രമല്ല പ്രായമുള്ളവർക്കും യൂസ് ചെയ്യാം. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അനുഭവിച്ചു അല്ലെങ്കിൽ ന്യൂസിൽ കേട്ടു, അതിനുശേഷം ഉറക്കമില്ല, ഉറക്കത്തിൽ മൂത്രമൊഴിക്കുക. സോ ബെഡ് വെറ്റിംഗ് during sleep, especially after listening to such sad stories, or else after this personally experiencing this kind of disaster loss. അതിന് ഇക്വിസ്റ്റിനം is a very good remedy. പിന്നെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ കേട്ട ശേഷം അല്ലെങ്കിൽ ഇതൊക്കെ അനുഭവിച്ച ശേഷമുള്ള ഒരു കാലത്തിൽ ഉറക്കമില്ല, ജസ്റ്റ് ഉറക്കമില്ല, ഇടയ്ക്കിടയ്ക്ക് എണിക്കും, അല്ലാണ്ട് അങ്ങനെ തോട്ട്സ് ഒന്നുമില്ല, ബെഡ് വെറ്റിംഗ് ഒന്നുമില്ല, അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഐ എം ജസ്റ്റ് നോട്ട് ഏബിൾ ടു സ്ലീപ്. So in such cases, Nux vomica or sulfur is a very good prescription. It helps a patient ആ ഒരു subconscious level ആ ഒരു കാര്യത്തിനെ eliminate ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട് നക്സിനും സൾഫറിനും. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കുറെ റെമഡീസ് ഒക്കെ തന്നെയാണല്ലോ. ഇഗ്നേഷ്യ, നാട്രമ്യൂർ ഒക്കെ ഗ്രീഫിന് കൊടുക്കും. നമ്മൾ പറയില്ലേ, എമർജൻസി ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഫസ്റ്റ് അക്യൂട്ട് പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് ഇഗ്നേഷ്യ, നാട്രമ്യൂർ ഒക്കെ യൂസ് ചെയ്യും. പക്ഷേ അത് യു ഹാവ് ടു തിങ്ക് ഹൗ യു ക്യാൻ യൂസ് ദാറ്റ് റെമഡി. സോ ഇനീഷ്യൽ സ്റ്റേജ് ദ പേഷ്യന്റ് ഡിഡ് നോട്ട് ഷോ, ഓൾദോ ഷി വാസ് എ വിക്ടിം, ഷി ഡിഡ് നോട്ട് ഷോ എനി ഗ്രീഫ്, യു മൈറ്റ് ഹാവ് ഗിവൺ ഇഗ്നേഷ്യ. Maybe that patient now today for 3 weeks for 3 months our journey they might move from Ignatia to Natramur. So you can think, okay, I have given Ignatia, now let me move to Natramur. കരഞ്ഞുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് ആയിരുന്നു പണ്ട്, കൺസോലേഷൻ കൊടുത്തുകൊണ്ടിരുന്നു, പൾസെറ്റെല്ലാം കൊടുത്തിട്ട് ആ പേഷ്യന്റിനെ നമ്മൾ ഹെൽപ്പ് ചെയ്തു. പക്ഷെ now the patient is going to suicidal tendency. So pulsatilla has helped, but now she is getting suicidal tendency. You can think about aurum metallicum, aurum mure. പിന്നെ ഇടയ്ക്കിടയ്ക്ക് suicidal thoughts ഉണ്ട്, കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ arsenic album is again a good remedy. You can also think about സംസാരിച്ചുകൊണ്ടിരിക്കും. ഇത് കുറെ കോമൺ ആണ്. ഈ സംഭവം നടന്ന സംഭവങ്ങളെ പറ്റിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. സോ ലൊക്വേസിറ്റി, വി ടോക്ക് അബൌട്ട് ലാക്ടസിസ് വെരി ഗുഡ് റെമഡി. പക്ഷെ കോസ്റ്റിക്കം ഈസ് ഓൾസോ വെരി ഗുഡ് റെമഡി. കോസ്റ്റിക്കം പേഷ്യൻസും നടന്ന സംഭവങ്ങളെ പറ്റിയിട്ടോ ന്യൂസിനെ പറ്റിയിട്ടോ ലോസിനെ പറ്റിയിട്ടോ കുടുംബക്കാരെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ കോസ്റ്റിക്കമില് നമ്മള് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ അവർക്കൊരു ഗിൽട്ട് ഫീലിംഗ് ഇല്ല. നേരെ മറിച്ച് ലാക്ടസിസ് വിൽ ക്യാരി എ amount ഓഫ് ഗിൽട്ട്. അപ്പോൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ഗിൽട്ട് റിലേറ്റഡ് സബ്ജക്ട് നമ്മളുടെ അടുത്ത് പറയും. അപ്പോൾ യു സീ ലോട്ട്സ് ഓഫ് റെസ്റ്റ്ലെസ്നെസ്, യു സീ ലോട്ട്സ് ഓഫ് ടോക്കിംഗ് അബൌട്ട് ദ സ്റ്റോറി, ബട്ട് യു ഡു നോട്ട് സീ ഗിൽട്ട്. യു ക്യാൻ തിങ്ക് അബൌട്ട് കോസ്റ്റിക്കം. ഇഫ് യു സീ ഗിൽട്ട് യു ക്യാൻ തിങ്ക് അബൌട്ട് ലാക്ടസിസ്. പിന്നെ കോസ്റ്റിക്കമിൽ ഒന്നും കൂടെ പേടി അധികമാണ്, പല കാര്യങ്ങളിലും പേടി ഉണ്ടാവും. അപ്പോൾ ദേ മൈറ്റ് ഓൾസോ പ്രസന്റ് സം rubrics related to fear. So you can think about fear, multiple fears na causticum ne vettittu namukku adu we can rule out that remedy. Okay, so I think ende samayam kazhinju. So I think these are some remedies which we can keep in our mind for at least 6 months of any disaster, especially നമ്മൾ മലയാളീസിനൊക്കെ ബാധിച്ചതാണ് വയനാട് ലാൻഡ്സ്ലൈഡ്. അപ്പൊ നമുക്ക് ഈ റെമഡീസ് ഒന്നും കൂടെ പഠിക്കുക, അല്ലെങ്കിൽ ഈ റെമഡീസ് യൂസ് ചെയ്യാൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള വല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് നോക്കുക, ശ്രദ്ധിക്കുക. സോ ദാറ്റ് ഈസ് വാട്ട് മൈ ടേക്ക് ഹോം മെസ്സേജ് ഫോർ എവറിബഡി ഈസ്. ഐ ഹോപ്പ് ദിസ് ലിറ്റിൽ knowledge sharing will help some of the participants here.
ഞാൻ പറഞ്ഞു, ഞാൻ അച്ഛന്റെ കൂടെ ഞാൻ ആ ഒരു എർത്ത് എപ്പിസോഡിൽ അച്ഛൻ ഇതിന്ന് കുറേയൊക്കെ റെമഡീസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, പ്രിസ്ക്രൈബ് ചെയ്തിട്ട് അതിന്റെ നല്ല റിസൾട്ട്സും ഞാൻ കണ്ടിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഹൗ ഐ ലേൺ. So I hope many of you all present here can use this remedies. So with that, thank you very much. നന്ദി പത്മപ്രിയ ഡോക്ടറെ. വളരെ നല്ല ഒരു ക്ലാസ് ആണ്. ലതാ മനോഹരൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ഡോക്ടറോട് ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണം. അധികം 10 മിനിറ്റ് നമുക്കുണ്ട് എങ്കിലും എത്രയും വേഗം ഹാൻഡ് റൈസ് ചെയ്യണം. ലത ഡോക്ടർ സംസാരിക്കാം. നമസ്കാരം മറിയാമ്മ ഡോക്ടറെ. നമസ്കാരം പത്മപ്രിയ ഡോക്ടറെ. നമസ്കാരം. പിന്നെ എനിക്ക് ഡോക്ടർ ആദ്യം തന്നെ പറഞ്ഞായിരുന്നല്ലോ 5 സ്റ്റേജ് ഉണ്ട് ഇതിന്. അപ്പൊ ആ 5 സ്റ്റേജിനും ഓരോന്ന് പ്രൊട്ടക്റ്റ് വൈസ് പറഞ്ഞിരുന്നു. ഇഗ്നീഷ്യ, സൈലീഷ്യ, പിന്നെ എപ്പിസ്, പിന്നെ ഡിനൈൽ സ്റ്റേജ്, പിന്നെ റെഫ്യൂജി സ്റ്റേജ് എന്നാണോ പറഞ്ഞേ? റെസ്ക്യൂ. ഓക്കെ, റെസ്ക്യൂ. അപ്പം ആ സ്റ്റേജിലൊക്കെ വരുന്ന, പിന്നെ റിക്കവറി സ്റ്റേജ്, പിന്നെ റീകൺസ്ട്രക്റ്റീവ് സ്റ്റേജ്. അപ്പൊ ആ സ്റ്റേജിലൊക്കെ പ്രത്യേകമായിട്ട് ഒരു പർട്ടിക്കുലർ കുറച്ച് റെമഡീസ് ഉണ്ടോ? അതാണ് ചോദിക്കാൻ. അത് ഉണ്ടാവും. നമ്മൾ അതിനെടുക്കാം. കാരണം ഞാൻ പറയാം, ഓരോന്ന് സ്റ്റേജിൽ ഇപ്പൊ ഞാൻ ഇന്നിപ്പോ പറഞ്ഞു വന്നത് ഡ്രീംസ്, സ്ലീപ്പ് ആൻഡ് ഗ്രീഫ് ആൻഡ് ഫിയർ. ഇത് യൂഷ്വലി ഫസ്റ്റ് 2 സ്റ്റേജസിലാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇമ്പാക്ട് സ്റ്റേജും പിന്നെ ഒരു ഡിനയൽ സ്റ്റേജും. പിന്നെ റെസ്ക്യൂ സ്റ്റേജിൽ കൂടി വരുന്നത് ഡെസ്പയർ, കൺഫ്യൂഷൻ, ഹോപ്പ്ലെസ്നെസ് ആൻഡ് ആങ്സൈറ്റി. അപ്പൊ നമുക്ക് മേ ബി നെക്സ്റ്റ് നമുക്കിപ്പോ സമയമില്ലല്ലോ, വി ക്യാൻ ടോക്ക് അബൌട്ട് ദാറ്റ്. ആ ഒരു സ്റ്റേജിൽ പേഷ്യൻസ് ഉള്ളപ്പോൾ കൂടുതലും ഈ വക റുബ്രിക്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. കൺഫ്യൂഷൻ, ഡിസ്പയർ ഓഫ് റിക്കവറി, ഡിസ്പയർ ഓഫ് ഫ്യൂച്ചർ, ഫിയർ ഫ്യൂച്ചർ, ആങ്സൈറ്റി ഫ്യൂച്ചർ, ഹോപ്പ്ലെസ്നെസ്. അതൊക്കെ ഒരു റെസ്ക്യൂ സ്റ്റേജിന്റെ റെമഡീസ് ആണ്. ഓക്കെ. അപ്പൊ മേ ബി ഐ തിങ്ക് അത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി വിൽ നീഡ് ഇനഫ് ടൈം ഓൺ ദാറ്റ്. സോ മേ ബി നെക്സ്റ്റ് ടൈം വി വിൽ ഡു ഇറ്റ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ക്ലാസിഫിക്കേഷൻ നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ വി ക്യാൻ തിങ്ക് അബൌട്ട് ദോസ് വേ ഓഫ് അപ്രോച്ചിങ് അവർ പേഷ്യൻസ്. അതായിരുന്നു ഞാൻ ജിസ്റ്റ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. കാരണം PTSDയുടെ ഡീറ്റെയിൽ സൈക്കോളജി വായിക്കാൻ പോയാൽ ഇറ്റ്സ് വെരി ബിഗ്. You need at least 1 hour or 2 hours to understand and share that PTSDയുടെ psychological stages. നമുക്ക് അത്രയും സമയം നമ്മളുടെ ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് എങ്കിലും അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഡോക്ടർ അത് പറഞ്ഞു തന്നത്. നമുക്കത് നന്നായിട്ട് ഉൾക്കൊള്ളാൻ പറ്റി. നല്ല ഒരു അടുക്കും ചിട്ടയായിട്ട് അതിനെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ അതിന്റെ ഈ പറഞ്ഞ പോലെ റൂബ്രിക്സ് നമ്മൾ അല്ലെങ്കിൽ അതിന്റെ മെഡിസിൻ റിലേറ്റഡ് എന്നും കൂടെ കിട്ടിയാൽ കുറച്ചും കൂടെ നന്നായിരുന്നു ഡോക്ടറുടെ പ്രസന്റേഷൻ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. അടുത്ത സെഷനായിട്ട് ഡോക്ടർ അത് നമുക്ക് വിവരിച്ചു തരുമെന്ന് പ്രതീക്ഷിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിലോ അഭിപ്രായം പറയാനുണ്ടെങ്കിലോ സലീം കുമാർ ഡോക്ടർ. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാം. കേക്കാം. ഹായ് ഡോക്ടറെ. ഹായ്. നമസ്കാരം. ഞാൻ ഡോക്ടറുടെ കമ്മിറ്റ്മെന്റ് ആലോചിക്കും. ഡോക്ടർ ഇതിനുവേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളത് എനിക്ക് മനസ്സിലായി. ഇതിനു വേണ്ടിട്ട് ഇതൊക്കെ വർക്ക് ചെയ്തിട്ടില്ല, PPT ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല. ഇതൊക്കെ സ്ക്രിബിൾഡ് നോട്ട്സ് ആണ്. അല്ലല്ല, എന്നാലും അതിനു വേണ്ടിട്ട് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഏതായാലും തപ്പി പിടിച്ചിട്ട് വന്നല്ലോ. പിന്നെ ഇപ്പൊ മറ്റേ ലതാ ഡോക്ടർ ചോദിച്ച ആ ഭാഗമൊക്കെ നമുക്ക് സൈക്കോളജിക്കൽ ഇതിലേക്ക് ഷോക്കിന്റെ സ്റ്റേജ് ഒക്കെ നമുക്ക് പിന്നെയും കിട്ടും. പക്ഷെ മറ്റേ മെഡിക്കൽ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. ക്ലാസ് പൊതുവെ എല്ലാ ഇതും നന്നായിരുന്നു. ഇപ്പൊ ഇതിനകത്ത് വേറൊരു ആംഗിളിൽ കൂടി ആ പ്രസന്റിംഗ് ഇല്ലസ് എന്നുള്ള രീതിയിൽ ഡോക്ടർ നിത്യ അവതരിപ്പിച്ച ഇതും കൂടി വെച്ച് നോക്കുമ്പോൾ രണ്ടും കൂടി ചേർന്ന് കഴിയുമ്പോൾ ഞങ്ങളൊക്കെ നല്ല എക്സ്പെർട്ടായി പോകും ചിലപ്പോ. ഇപ്പൊ ഏതായാലും വേറൊരു കാര്യം കൂടി ഞാൻ പേഴ്സണലായിട്ട് ചോദിച്ചാലേ, ഡോക്ടർ ക്ലാസ് എടുക്കുമ്പോ അച്ഛനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോഴേ ഞാനിങ്ങനെ എന്റെ മോള് ഫൈൻഡുകളാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും വെറുതെ. ഒരു കാലത്ത് ഞാനിങ്ങനെ ഫോട്ടോയിൽ ഇരിക്കുമ്പോ എന്റെ മോള് ചിലപ്പോൾ ഇതിലൊക്കെ പറയുമായിരിക്കും വല്ലയിടത്ത്. ഇങ്ങനെ ചിന്തിക്കാറുണ്ട്.
അല്ല അത് എന്താ നമ്മള് മലയാളത്തിന് എന്തോ സേയിങ് ഉണ്ട്, ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് ആദ്യമായിട്ട് എന്നെ ഹോമിയോപ്പതി എക്സ്പോസ് മാത്രമല്ല, ഇപ്പൊ എന്റെ മക്കൾക്ക് ഹോമിയോപ്പതി അറിയാം, പക്ഷെ ഞാൻ എന്റെ ആ, മക്കളെ അത്ര പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ അച്ഛൻ എന്നെ പിടിച്ചിരുത്തി ഓരോന്ന് സിറ്റുവേഷൻസിൽ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ ലാത്തൂർ ആ, എപ്പിസോഡ് ആ, വന്നപ്പോൾ ഈ ഒരു സബ്ജക്റ്റും ഈ ഒരു റെമഡീസും, അതുപോലെ ആ, കൊളറ എപ്പിഡമിക് വന്നപ്പോൾ അതിനെ പറ്റിയിട്ട്, അപ്പൊ അങ്ങനെ ഓരോന്ന് സിറ്റുവേഷനിൽ പിടിച്ചിരുത്തി പഠിപ്പിച്ചു, എന്നെ കൊണ്ട് പണിപ്പിച്ചു. ആ. അതിന്റെ അനുഗ്രഹവും അതിന്റെ ഒക്കെ ഒരു ബെനിഫിറ്റ്സ്. അത് ഞാൻ ചിന്തിക്കാറുണ്ട് ഇതുപോലത്തെ സിറ്റുവേഷൻ സീനൊക്കെ എനിക്ക് ചിലപ്പോ നാളെ ഫോട്ടോയിൽ ഇരുന്ന് കാണാനോ ഒക്കെ. ഡോക്ടറും അതിനെല്ലാം പറഞ്ഞു കൊടുക്കണം. അങ്ങനെയല്ല മോളാണ്. ഓക്കെ ഓക്കെ. ഇതുപോലെ എല്ലാം പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ ഫോട്ടോയിൽ ഇരിക്കുന്നതിന് മുമ്പ് കാണാൻ ഭാഗ്യം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുക. അതെ. അല്ല അത് എന്തായാലും എനിക്ക് ഡോക്ടർ ഓർമ്മ ഈ ഒരു സിറ്റുവേഷനില് അച്ഛൻ പറഞ്ഞ ഒരു കാര്യമാണ്, അത് ഞാനിപ്പോ നിങ്ങൾക്ക് പ്രസന്റേഷൻ പറഞ്ഞില്ല. ദർ ആർ പീപ്പിൾ ഹൂ ഗെറ്റ് ഡൈവേർട്ടഡ്. ഇതൊക്കെ സംഭവിച്ചു, ഇതിലൊന്നും എനിക്ക് പ്രശ്നമില്ല, പക്ഷെ കുടിക്കാൻ തുടങ്ങും. ഈ ഒരു ട്രോമ സഹിക്കാൻ പറ്റാത്തോണ്ട് കുടിക്കാൻ തുടങ്ങും. സോ ആൽക്കഹോളിസം ബിക്കോസ് ഓഫ് എനി കൈൻഡ് ഓഫ് ട്രോമ, അതും സഡൻ ട്രോമ. അപ്പോ ഇത് നാച്ചുറൽ കലാമിറ്റീസ് അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്ററിന്റെ അതൊരു പ്രത്യേകത, ദർ ഇസ് സഡൻനെസ് ആൻഡ് ദ ഹ്യൂജ് ഈസ് ഇമ്മെൻസ്, ടെറിബിൾ ലോസ് ആണ്. അപ്പൊ അതിന് നല്ല പറ്റിയ റെമഡിയാണ് എക്കോനൈറ്റ്. അപ്പൊ എക്കോനൈറ്റ് റിപ്പീറ്റഡ്ലി കൊടുത്തോണ്ടിരുന്ന ആ ഒരു ആൽക്കഹോളിസത്തിന്റെ ഒരു വഷളായ അവസ്ഥയിൽ പോവാറില്ല എന്ന് അച്ഛൻ പറയും. അപ്പൊ അച്ഛൻ മിക്കവാറും അങ്ങനത്തെ ഒരു ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിന് എക്കോനൈറ്റ് കൊടുത്തിരിക്കും. സോ ഐ തിങ്ക് നമുക്ക് ഇപ്പൊ പുതിയ കേരളയിൽ അറിവാ. പല ഞങ്ങൾ അക്കൗണ്ട് അതിന് പറ്റുന്ന പുതിയ അറിവാ. ഓക്കെ ഓക്കെ. ഏത് പൊട്ടൻസി ആയിരിക്കും മാഡം? ആ 200 ആയിരുന്നു അച്ഛൻ കൊടുത്തത്. സീൻ ഒരു 200 ഇടയ്ക്ക് റിപ്പീറ്റഡ് ഡോസസ് വേണം ഇങ്ങനത്തെ സിറ്റുവേഷനിൽ. ബിക്കോസ് ആസ് സൈഡ് ഇതൊരു ട്രോമാറ്റിക് ഡിസോർഡർ ആണ്. അപ്പൊ അത് പെട്ടെന്ന് യു കനോട്ട് ബ്രിങ് ദ പേഷ്യന്റ് ബാക്ക് ഫ്രം ദാറ്റ് ഡിസോർട്ടേഡ് സൈക്കോളജിക്കൽ സ്റ്റേറ്റ്. അപ്പോൾ ആ ഒരു സൈക്കോളജിക്കൽ സ്റ്റേറ്റിന് പേഷ്യന്റിനെ തിരിച്ചു കൊണ്ടുവരാൻ കുറച്ച് സമയം പിടിക്കും. സോ ഒരു റിപ്പീറ്റഡ് ഡോസ് കൊടുത്തിരിക്കണം, വോട്ട് എവർ പൊട്ടൻസി യു സെലക്ട്. അപ്പം ഡോക്ടർക്ക് ഈ ഹോമിയോ പഠിക്കുന്നതിന് മുമ്പും ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമായിരുന്നു അച്ഛൻ? അതാ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോ ലാത്തൂർ എന്ന് പറഞ്ഞ എപ്പിസോഡ് 1993 എന്തായിരുന്നു. ഞാൻ 10ാം ക്ലാസ് കയറിയതേ ഉള്ളൂ. 10ാം ക്ലാസ്സിന്റെ ആദ്യത്തെ എക്സാം ജൂൺ ജൂലൈ ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറിൽ അത് തുടങ്ങണം. അപ്പൊ ഞാൻ 10ാം ക്ലാസ് ആയിട്ടുള്ളൂ. ഹോമിയോപ്പതി ഒന്നും എനിക്ക് അറിയൂല, മാത്രമല്ല അച്ഛൻ നിർബന്ധിച്ചിട്ടും ഇല്ല, ഹോമിയോപാത്ത് ആവണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. പക്ഷെ അച്ഛന്റെ ഒരു വാശി എന്താന്ന് വെച്ചാൽ ഞാൻ എന്റെ മക്കൾക്ക് അറിഞ്ഞിരിക്കും, ഞങ്ങൾ 3 മക്കളാണ്. അപ്പൊ നമ്മളെ കൊണ്ട് പണിപ്പിക്കും അച്ഛൻ. അപ്പൊ ഇതുപോലെ കൊളറ വന്നു, എപ്പിഡമിക് വന്നു, എർത്ത്ക്വേക്ക് വന്നു, അപ്പൊ പേഷ്യൻസിന്റെ തിരക്ക് കൂടും. അപ്പൊ അന്നത്തെ കാലത്ത് അച്ഛൻ, ഞാൻ പറഞ്ഞില്ല, അച്ഛൻ അന്നും 1 വീക്കിന്റെ മരുന്ന് കൊടുക്കുന്നത് 20 റുപ്പീസിനാണ്. പിന്നെ പകുതി മുക്കാലും ഫ്രീ ട്രീറ്റ്മെന്റ്. അച്ഛൻ അങ്ങനത്തെ ഒരു ഡോക്ടർ ആയതുകൊണ്ട് കുറെ പേഷ്യൻസ്, കണ്ടമാനം പേഷ്യൻസ് കയറി വരും. അപ്പൊ തിരക്കോട് തിരക്ക്. ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ 3 മക്കള്, അതിൽ ഒന്നും കൂടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് സിൻസിയർ ആയിട്ട് പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരേ ഒരു മോള്. അപ്പൊ പണിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബ്രയോണി എടുത്ത് റെഡിയാക്കി വെക്കും. ഇപ്പൊ ഇങ്ങനത്തെ എപ്പിസോഡ്സ് വരുമ്പോൾ എക്കോനായിട്ട് ആർണിക്കൊക്കെ എടുത്ത് വെക്കും, ഇഗ്നേഷ്യ ഉണ്ടാവണം ഡെസ്കില്, അതൊക്കെ എന്റെ റെസ്പോൺസിബിലിറ്റി. അപ്പൊ അച്ഛൻ അങ്ങനെ പണിയിപ്പിച്ചിട്ടാണ്. ആ പണിപ്പിക്കാന്ന് പറഞ്ഞാൽ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിരുന്നു ആദ്യം. ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് പലതും പഠിച്ചു വന്ന ശേഷം 10ാം ക്ലാസ് കഴിഞ്ഞു, 12ാം ക്ലാസ് കഴിഞ്ഞു. പിന്നെ മാർക്സ് നല്ല, സയൻസിലൊക്കെ നല്ല മാർക്സ് വന്നപ്പോ മോളെ നിനക്ക് മെഡിസിനിൽ കയറണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നപ്പോ ഐ വാസ് ലൈക്ക് വൈ നോട്ട്. അപ്പോ മെഡിസിൻ ഹോമിയോപ്പതി വേണമെന്ന് വെച്ചപ്പോ ഓക്കെ. അപ്പൊ ഞാൻ MBBS അപ്ലൈ ചെയ്തു, ഹോമിയോപ്പതിക്ക് അപ്ലൈ ചെയ്തു. ഭാഗ്യത്തിന് പിന്നെ അച്ഛൻ്റെ ഒരു വാശിയായിരുന്നു, മുംബൈയിൽ എവിടെ കിട്ടണോ അവിടെ. എന്റെ മോള് മുംബൈ വിട്ടിട്ട് എവിടേക്കും പോയില്ല എന്ന്, രാവിലെ പോയാൽ രാത്രി വരണം, അങ്ങനത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലേ കയറുള്ളൂ എന്ന്. അപ്പോ അച്ഛന്റെ ആഗ്രഹം പോലെ MBBS കോളേജൊക്കെ ദൂരെയായിരുന്നു, പൂനെയിലും നാഗ്പൂരിലൊക്കെ. അപ്പൊ അവിടെ പോയി താമസിക്കണം. അച്ഛൻ പറഞ്ഞു അത് പറ്റില്ല, എന്നാ പിന്നെ ഹോമിയോപ്പതി കോളേജ് മുംബൈയിലാണ്, എന്നാ എന്റെ മോള് ഹോമിയോപ്പതി പഠിച്ചാൽ. സോ ദാറ്റ് ഈസ് ഹൗ ഐ ബിക്കേം ഹോമിയോപാത്ത്. പക്ഷെ അതിന്റെ മുമ്പേ മരുന്നുകളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ അച്ഛൻ കൊല്ലത്തിന് ഒരിക്കൽ മലയ്ക്ക് പോകും 10 ദിവസം. സോ ഐ ആം ഇൻ ചാർജ് അറ്റ് ദാറ്റ് ഏജ്. സോ പേഷ്യൻസിനൊന്നും നോക്കണ്ട, പക്ഷെ SL കൊടുക്കണം. പേഷ്യന്റിന്റെ ഫോളോ അപ്പിൽ അച്ഛൻ ചിലതിന്റെ മരുന്നുകൾ എഴുതി വെക്കും, ഇന്ന പേഷ്യന്റ് ഇന്ന റിപ്പീറ്റേഷൻ വേണം. അപ്പൊ അച്ഛൻ ഇല്ലാത്ത സമയത്ത് അഥവാ വന്നാൽ ഞാൻ കൊടുക്കണം. അങ്ങനെയൊക്കെ ഒരു അസിസ്റ്റന്റ് ആയിരുന്നു. അതായത് നല്ലൊരു ഭാഗ്യമായി പോയി. അതെ, ബാക്കി രണ്ടുപേരും ഹോമിയോപ്പതിയിലാണോ? അല്ല, രണ്ടുപേരും ഹോമിയോപാത്സ് അല്ല അവര്. പക്ഷെ രണ്ടുപേർക്ക് നോളേജ് ഉണ്ട്, പക്ഷെ രണ്ടുപേരും പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല. ദേ ആർ നോട്ട് ഇൻ ടു മെഡിക്കൽ ഫീൽഡ് അറ്റ് ഓൾ.
പക്ഷെ മേ ബി ഇപ്പൊ എനിക്ക് 2 മക്കളുണ്ട്. ഞാൻ ആ പരിപാടി എന്റെ മക്കളോട് ചെയ്യാറില്ല, ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. സോ ഇറ്റ് ഈസ് ഓൾ ഫെയ്ത്ത്, ഇറ്റ്സ് ഓൾ ഡെസ്റ്റിനി അല്ലേ? അതുപോലെ എന്റെ കുറെ കലീഗ്സ് ഉണ്ട്. കലീഗ്സിന്റെ ഒക്കെ മക്കള് അവരുടെ കൂടെ ഉണ്ട്. പക്ഷെ അവരൊന്നും അവരുടെ മക്കൾക്ക് ആ ഒരു നോളജ് ട്രാൻസ്ഫറിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം. എനിക്കും കിട്ടുന്നില്ല. എന്റെ മക്കൾ ഇപ്പൊ എന്റെ മക്കൾക്ക് അവയർനെസ് ഓഫ് മെഡിസിൻ ഇസ് ദയർ, നോളജ് ഇസ് ദയർ. ഏത് സമയത്ത് ഏത് മരുന്ന് എടുക്കണം എന്നുള്ള നോളജ് ഉണ്ട്. പക്ഷെ ഐ ഡോണ്ട് നോ ഇഫ് മൈ കിഡ്സ് വിൽ ഗെറ്റ് ഇൻ ടു ഹോമിയോപ്പത്തിക് ഫീൽഡ്. സോ ഇറ്റ് ഈസ് ഓൾ ഡെസ്റ്റിനി. അതുപോലെ അന്ന് ഇതൊക്കെ ചെയ്യുമ്പോൾ, ഇന്നിപ്പോ ഞാൻ ഡോക്ടർ സലീം കുമാർ പറഞ്ഞ പോലെ ഞാൻ ഇരുന്ന് നോട്ട്സ് ഉണ്ടാക്കിയിരുന്നു. ഇതൊക്കെ ഇരുന്ന് എഴുതുന്ന പരിപാടി ചെയ്തപ്പോൾ ഐ വെന്റ് ബാക്ക് ടു ദ ഓൾഡൻ ഡേയ്സ് ഓഫ് ലാത്തൂർ എർത്ത്ക്വേക്ക്. അപ്പം ഐ നെവർ ന്യൂ ഇൻ ഫ്യൂച്ചർ ഐ വിൽ യൂസ് ദിസ്, ഐ വിൽ ഷെയർ ദിസ് നോളേജ്. ഇറ്റ്സ് ഓൾ എന്താ പറയാ, ഒക്കെ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഹാപ്പനിങ്സ് ഇൻ ലൈഫ്. ശരിക്കും 30 വർഷം മുമ്പുള്ള കാര്യമല്ലേ അത്? ഡോക്ടർ ഇത് എപ്പോഴും സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ് ഈ നോട്ട്സ് എല്ലാം. അല്ല, ദ തിങ് ഈസ്, അച്ഛൻ പഠിപ്പിക്കുന്ന സമയത്ത് പഠിപ്പിച്ചു. പിന്നെ അതിനുശേഷം നമ്മള് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ കയറുമ്പോൾ നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നതും പ്രാക്ടിക്കലി പ്രാക്ടീസ് ചെയ്യുന്നതും ഇറ്റ്സ് ടോട്ടലി ഡിഫറെന്റ്. ആൻഡ് ഐ ഫെൽറ്റ് ദാറ്റ് വാട്ട് ഈസ് ദിസ് ഡിഫറൻസ്. സോ ദെൻ ഐ സ്റ്റാർട്ടഡ് റിസർച്ചിങ്. ഇതെന്താ, അച്ഛൻ എന്താ ചെയ്യുന്നത്, അച്ഛൻ എന്നെ എന്താ പഠിപ്പിച്ചെന്നാ, ഇവിടെ സ്കൂളിലെ ടീച്ചേഴ്സ് എന്താ. ഇപ്പൊ നമ്മൾ ബ്രയോണിയുടെ ഒക്കെ 4 സിംറ്റംസ് പഠിച്ച് എഴുതണം, സെപ്പറേഷൻ ഒക്കെ ഓർഗനോണിൽ പഠിച്ചിട്ട് അത് എവിടെ കണ്ടു, അങ്ങനെയൊക്കെ ഒരു ഡിഫറൻസ് വന്നപ്പോഴാണ് ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് ഫ്രം. അപ്പൊ പിന്നെ അച്ഛൻ പറഞ്ഞു, ഓക്കെ, എനിക്ക് അച്ഛൻ്റെ കയ്യിൽ നിറയെ പേഷ്യൻസ് പിടിച്ചിരുത്തി പഠിപ്പിക്കാനുള്ള സമയമില്ല. അപ്പോ ദ ബെസ്റ്റ് അഡ്വൈസ് ദാറ്റ് അച്ഛൻ സെഡ് ഈസ് യു ആസ്ക് ഓൾ യുവർ ടീച്ചേഴ്സ്, എല്ലാം പ്രൊഫസേഴ്സിന്റെ കൂടെ എന്തൊക്കെ ഡൗട്ട് ഉണ്ട് ചോദിച്ച് അപ്ലൈ മനസ്സിലാക്കിയെടുക്കുക. സോ ഐ തിങ്ക് ദർ വാസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലിനിക്കൽ ഹോമിയോപ്പത്തി, ദാറ്റ് ഇസ് പ്രാക്ടിക്കൽ ഹോമിയോപ്പത്തി, ആൻഡ് തിയോറിറ്റിക്കൽ ഹോമിയോപ്പത്തി. അപ്പോ പ്രാക്ടിക്കൽ ഹോമിയോപ്പത്തി അച്ഛൻ്റെ നിന്ന് പഠിച്ചിരുന്നു. പക്ഷെ ആ ഒരു കണക്ഷൻ ബിറ്റ്വീൻ തിയോറിറ്റിക്കൽ ഹോമിയോപ്പത്തി ആൻഡ് പ്രാക്ടിക്കൽ ഹോമിയോപ്പത്തി വാസ് മൈ മാസ്റ്റേഴ്സ്. കോളേജിൽ പഠിപ്പിച്ചു തന്ന പല ടീച്ചേഴ്സും ഈ പറയുന്ന, അതുപോലെ സെമിനാർസിനൊക്കെ അച്ഛൻ വിടുമായിരുന്നു, എല്ലാം സെമിനാർസിന് വിടും. അപ്പൊ അവിടെ നിന്നൊക്കെ പഠിച്ചപ്പോഴാണ് അറിയുന്നത് വാട്ട് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദ തിയറി ആൻഡ് ദ പ്രാക്ടിക്കൽ നോളേജ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് എല്ലാം രജിസ്റ്റർ ആവണത് കാര്യങ്ങള്. അപ്പോ സംഹൗ ഇറ്റ് റിമെയിൻസ്. നന്ദി ഡോക്ടറെ. അത് നല്ലൊരു അറിവാണ് ഞങ്ങൾക്ക് കിട്ടിയത്, നല്ലൊരു ഉത്തേജനവും കൂടിയായി. നമുക്ക് അടുത്ത സെക്ഷനായിട്ട് ഇതിന്റെ ബാക്കി ക്ലാസ്സും കൂടെ എടുത്തു തരണം. മൂന്നാം ഭാഗമല്ല, നമ്മൾ റെയർ മെഡിസിനെ കുറിച്ച് 2ാം ഭാഗം എന്നായിരുന്നു നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ് എങ്കിലും അതിലും നല്ല രീതിയിൽ ഒരു ക്ലാസ് ഇപ്പൊ ഈ സമയത്ത് നമുക്ക് പ്രയോജനമുള്ളൊരു ക്ലാസ്സാണ് ഡോക്ടർ ഞങ്ങൾക്ക് തന്നത്. അതുകൊണ്ട് വീണ്ടും അടുത്ത സെക്ഷനിൽ ഇതിന്റെ ബാക്കി കൂടെ തരണം. സലീം കുമാർ ഡോക്ടർക്ക് നന്ദി പറയുന്നു. സലീം കുമാർ ഡോക്ടർ. ഓക്കെ. ഏതായാലും ഇങ്ങനൊരു വിഷയത്തില് ഇതൊക്കെ IFPHലൂടെ മാത്രമേ നമുക്ക് കിട്ടൂ. ഇപ്പൊ ഇങ്ങനെ ഒരു അവസരത്തിൽ ഇതുപോലൊരു ക്ലാസ് ഒക്കെ കിട്ടാൻ മറ്റു സംഘടനകളുടെ ക്ലാസ്സുകൾക്കൊന്നും എളുപ്പമല്ല. കാരണം വെച്ചാല് നമുക്ക് ഡെയിലി ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അവസരം നമുക്ക് വരുന്നത്. ഓൾറെഡി ഇപ്പൊ നിത്യ ഡോക്ടറുടെ ക്ലാസ് കഴിഞ്ഞു. ഇപ്പൊ അതേ വിഷയത്തില് വേറൊരു ആംഗിളിൽ കൂടി നമുക്ക് ഇപ്പൊ പത്മപ്രിയ ഡോക്ടർ വന്നു. ഇനി നിത്യ ഡോക്ടറുടെ ബാക്കിയും ഡോക്ടറുടെ ബാക്കി വെച്ചതൊക്കെ കൂടി അത് വരുമ്പോ ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഈ ഇത്രയും നോളജ് അത് ഒരു പരിധിവരെ ഇത് അനുഭവിക്കാൻ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. ആയാലും IFPH അറിയാതെ നമ്മൾ എക്സ്പെർട്ട് ആക്കുന്നുണ്ട്. കുറെ കൂടെയൊക്കെ നമുക്ക് കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്നുണ്ട്. ഞാൻ അറിയാതെ തന്നെ എനിക്ക് ചില വലിയ വലിയ കേസുകൾ തോന്നുമ്പോൾ എനിക്ക് പണ്ടത്തെ പോലെ ഒരു ശങ്ക പോലും തോന്നില്ല. അതെങ്ങനെയാലും കൈകാര്യം ചെയ്യാന്നൊക്കെ തോന്നണം. അപ്പൊ അതൊക്കെ അതിന് ഇങ്ങനെ ഓരോരുത്തരും ഡോക്ടർ ഡെസ്റ്റിനിയോ നിമിത്തം എന്നൊക്കെ ആവുന്ന പോലെ പത്മപ്രിയ പോലും നിത്യമാരും ഇങ്ങനെയുള്ള ഹരിഹരൻ ഡോക്ടറെ പോലെ കുറെ ആളുകളൊക്കെ ഇതിൽ വന്ന് കയറുക, ഞങ്ങൾക്ക് ആവശ്യത്തിനെല്ലാം വിളമ്പി തരിക. ഇത് ഹോമിയോപ്പതിയുടെയും നമ്മുടെയൊക്കെ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. അതിന്റെ ഒരു ഭാഗവാക്കായിട്ട് പത്മപ്രിയ ഡോക്ടർ ഇന്ന് വന്നു. അതിനുവേണ്ടി അവർ കാണിച്ച ഡെഡിക്കേഷനും ആ കമ്മിറ്റ്മെന്റും അതൊക്കെ ഞങ്ങൾക്കൊന്നുകൂടി മാതൃകയാണ്. ഏതായാലും ഈ IFPHൽ ഇന്ന് വന്നിരിക്കുന്ന എല്ലാ ഡോക്ടർമാർക്കും IFPHന് വേണ്ടിയിട്ട് ഞാൻ പത്മപ്രിയ ഡോക്ടർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നന്ദി ഡോക്ടറെ. ഇത്രയും നല്ലൊരു ക്ലാസ് എടുത്ത് പത്മപ്രിയ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കട്ടെ. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത് എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ 1451 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.